ആയത്തുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, കുറച്ച് പറയുക. അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കേൾക്കാം, അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് അറിയാം, അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് ചിന്തിക്കാം, അല്ലാഹുവിനെ സംബന്ധിച്ച് കുറച്ച് ഓർക്കാം, അല്ലാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം. അതിനുവേണ്ടി കുറച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. അതല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ദാനം ചെയ്യൂല, പിശുക്ക് കാണിച്ചു തുടങ്ങും, അത് പറ്റൂല. വിശ്വസിക്കുകയും വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനത്തെ ആളുകൾക്ക് മനുഷ്യന്മാരാണ്, മലക്കല്ലോ. പലരും എനിക്ക് വീണ്ടും വീണ്ടും പാപങ്ങൾ വരുന്നു ഉസ്താദേ, എന്താണ് ചെയ്യുക, ഞാൻ നന്നാവാൻ വളരെ ആഗ്രഹിക്കും, പാപങ്ങൾ വരുന്നു. ഞാൻ ഇപ്പം എനിക്ക് പറയാനുള്ളത്, മലക്കാവാൻ പരിശ്രമിക്കണ്ട, മലക്കാവണ്ട. നമ്മൾ മനുഷ്യരാണ്, മലക്കൊരിക്കലും ആവണ്ട. ആരോഗ്യവാന്മാരായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. പക്ഷെ എന്ത് പറയും, അകാല മരണം സംഭവിച്ചു. അവരെത്രയോ കാലം ജീവിക്കേണ്ട ആരോഗ്യവാന്മാരായിരുന്നു. ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, പ്രകൃതിക്ഷോഭം വന്നു, ഭൂകമ്പങ്ങൾ വന്നു, അവരങ്ങനെ നശിച്ചുപോയി, അവർ മരിച്ചുപോയി. അവർ യഥാർത്ഥ മരണം സംഭവിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി, അല്ലെ? അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സംബന്ധിച്ചും ആക്സിഡന്റുകളെ സംബന്ധിച്ചും ഒക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. പറയാൻ പാടില്ല. അത് എല്ലാ السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع على ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളെ അല്ലാഹു ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നു സർവ്വ സൃഷ്ടിച്ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പില് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ അല്ലാഹു ഇങ്ങോട്ട് പടച്ച് നിയോഗിച്ചതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുക. അതായത് നമ്മളോട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഒരിക്കലും അല്ലാഹു നമ്മെ എന്തിനാണോ മനുഷ്യവർഗത്തെയും ഭൂതവർഗങ്ങളെയും ഇങ്ങോട്ടേക്ക് സൃഷ്ടിച്ചത്, ആ ലക്ഷ്യം പൂർത്തിയാക്കി അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു അടിമയായ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന ഒരു രീതി ഒരിക്കലും ഈ ദുനിയാവിന്റെ പിന്നാലെ പോയാൽ കിട്ടില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുമ്പോഴാണ് അതൊക്കെ പൂർത്തിയാവുക. ഒന്ന്, അള്ളാഹു നമ്മെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ്. ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പരിശുദ്ധ ഖുർആൻ അള്ളാഹിനെ അറിയാനും, അതായത് അള്ളാഹു തആല പറയുന്നത് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അതിന് തഫ്സീർ ഇബ്നു അബ്ബാസിൽ പറഞ്ഞിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളത് ഇല്ലാ ലിയഅരിഫൂൻ, അതായത് അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഇതിന് മുന്നേ മലക്കുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചത് അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനല്ല. അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവർ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കില്ല. എന്നാൽ മനുഷ്യൻ അള്ളാഹു വിശേഷ ബുദ്ധി നൽകിയിട്ട് അല്ലാഹു തആല ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവൻ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ അറിയാനുള്ള. അതിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഖുദ്സിയ ഹദീസാണ് അതിന് തെളിവായിട്ട് ഈ തഫ്സീർ എടുക്കുന്നത്. കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉഗ്റഫ ഫഖലഖതുൽ ഖൽഖ്. ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു, എന്നെ അറിയപ്പെടലിനെ ഞാൻ ഇഷ്ടം വെച്ചു. ഫഖലഖതുൽ ഖൽഖ്, അപ്പോൾ ഞാൻ സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹുവിനെ അറിയാൻ, അവനെ അറിയപ്പെടലിനെ അവന് ഇഷ്ടം വെച്ചപ്പോഴാണ് സൃഷ്ടിപ്പ് തന്നെ നടത്തിയത്. അപ്പൊ സ്നേഹത്തിൽ നിന്ന്, പ്രണയത്തിൽ നിന്നാണ് സൃഷ്ടിപ്പ് നടന്നത്.
അവന്റെ എന്തിനുള്ള പ്രണയം? അള്ളാഹു താലാക്ക് ഇഷ്ടം പോലെ കാമിലായ സിഫാത്ത്, അവരുടെ പരിപൂർണമായ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ അറിയാൻ ഇവിടെ അറിയപ്പെടണമെങ്കിൽ ഇവിടെ അറിയാനുള്ള മറ്റൊന്നുണ്ടാവണം. അത് സൃഷ്ടിയാണ്. കാരണം അല്ലാഹു ഏകനാണ്, അവനെ പോലെ ആരുമില്ല. അവന് മിഥിലില്ല. അപ്പൊ സൃഷ്ടികൾ അവൻ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടികളിലൂടെ അല്ലാഹു തആല അവന്റെ കമാലാത്തുകളെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ സൃഷ്ടി അതിനെ അറിയുന്നു, കാണുന്നു, ചിന്തിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പൊ അവന്റെ ലക്ഷ്യം പൂർത്തിയാവുകയാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്തെ അള്ളാഹു ഉദ്ദേശിച്ചുള്ളൂ, വെറൂർ ഇബാദത്തല്ല. അറിഞ്ഞിട്ടുള്ള ഇബാദത്തിൽ അവനെ അറിയൽ, അവനെ ഓർക്കൽ നടത്തണം. നിസ്കാരത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയാണ് നിസ്കാരം. നിങ്ങൾ നിസ്കരിക്കുക. അഖിമി സ്വലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, നീ നിസ്കാരം നിലനിർത്തുക. ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി. അപ്പൊ ചുരുക്കം പറഞ്ഞാല് നമ്മൾ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്നവരായിരിക്കും, നമ്മളിൽ ആദ്യം ചിന്തിക്കുന്നവരായി പുറമേക്കും ചിന്തിക്കുന്നു. ഖുർആൻ അതിലേക്ക് വളരെയധികം, അവരാണ് ഉലുൽ അൽബാബ് എന്നാ ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്ന ബുദ്ധിമാനികൾ എന്ന് പറഞ്ഞാൽ അവർക്കാ പറയാ. അല്ല നമ്മള് ബുദ്ധിമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഈ ഭൗതികമായ ലോകത്തുള്ള മെറ്റീരിയൽസിൽ പഠനം നടത്തുകയും അതിന് പുതിയ പുതിയ ഭാവങ്ങളിലായി അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുദ്ധിമാനികൾ പൊതുവെ പറയാം. ഖുർആൻ പറയുന്ന ബുദ്ധിമാനികൾ അങ്ങനെ സൃഷ്ടാവ് ഇതിനെ, ഈ മെറ്റീരിയൽസിനെയും ഈ ഗോളങ്ങളെയും ഈ ഗാലക്സികളെയും എല്ലാം സൃഷ്ടിച്ച, എല്ലാ സൃഷ്ടിയും സൃഷ്ടിച്ച സൃഷ്ടാവ് ബുദ്ധിമാനി എന്ന് പറയുന്നത് ആർക്കാണ്? അൽബാബായിട്ട്, ഉലുൽ അൽബാബായിട്ട് ആരാണ് പറയുന്നത്? ഇങ്ങനെ എപ്പോഴും ഓർക്കുന്നവരെ സംബന്ധിച്ച് മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ബുദ്ധിമാനികൾ. എന്നിട്ട് ഉലുൽ അൽബാബ് എന്നാണ് ബുദ്ധിമാനി. ഉലുൽ അൽബാബിനെ വിവരിക്കുകയാണ് അല്ലാഹു. ആരാണ് ഉലുൽ അൽബാബ്? അല്ലദീന, അവരൊരു കൂട്ടക്കാരാണ്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അല്ലദീന, അവരൊരു കൂട്ടക്കാരാണ് ബുദ്ധിമാനികൾ എന്ന് പറയുന്നത്. യദ്കുറൂന അല്ലാഹ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ നിന്നവരായും ഇരുന്നവരായും വശങ്ങളിലായും അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന, അവർ ചിന്തിക്കുന്നവരുമാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നവരാണ്. അവരാണ് ബുദ്ധിമാൻ. സദാസമയം, അതായത് നിന്ന അവസ്ഥയിലായാലും ഇരുന്ന അവസ്ഥയിലായാലും ഇനി കിടന്ന അവസ്ഥയിലായാലും, അതായത് മനുഷ്യന്റെ എല്ലാ അവസ്ഥയിലും അല്ലാഹു ഓർക്കുന്നവരും അവന്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കുന്നവരുമാണ്. കാരണം അവർ ചിന്ത, അത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ആരാണ് അല്ലാഹു? ഖുർആൻ അതിനെ സംബന്ധിച്ച് വിവരിക്കുക. അല്ലാഹു ആരാണ്? അല്ലാഹു ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ലോകം മൊത്തവും നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലാഹു തആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിന് കുറെ അല്ലാഹു തആല ഈ ലോകത്തെ പറയുന്നത് തന്നെ, നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് തന്നെ ആലമുൽ അസ്ബാബ് എന്നുള്ള നിലക്കാണ്. കാര്യകാരണ ബന്ധങ്ങളുടെ ലോകമാണ്, മാധ്യമങ്ങളുടെ ലോകം. ആലമുൽ അസ്ബാബ്, മാധ്യമങ്ങളുടെ ലോകം. അതുകൊണ്ട് തന്നെ ഓരോ മാധ്യമങ്ങളിലൂടെ അള്ളാഹു ഇവിടെ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ റുബൂബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ അസ്ബാബുകൾ, മാധ്യമങ്ങളെ ഒരിക്കലും അള്ളാഹു ആശ്രയിക്കില്ല. അള്ളാഹ് അതിന്റെ ആവശ്യമില്ല. എങ്കിലും അള്ളാഹു എന്ത് ചെയ്യാണ്? നമ്മുടെ പരീക്ഷണാർത്ഥം ഇങ്ങനെയുള്ള ഒരു മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ നടത്തുക എന്നത് അവന്റെ ഒരു സുന്നത്തായി അവൻ സ്വീകരിച്ചു എന്ന് മാത്രം. അള്ളാഹ് ഇതെല്ലാം നടത്താൻ പറ്റും. ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോ ഒരു സന്താനം, ഒരു കുഞ്ഞിവിടെ ജനിക്കുന്നത് ഉമ്മയും ഉപ്പയും സംസർഗം ചെയ്ത് അവർ തമ്മിൽ ഇണ ചേർന്നതിന് ശേഷമാണ് അള്ളാഹു ആ ഒരു വഴിയിലൂടെയാണ് ഇവിടെ അള്ളാഹു താല സന്താനോത്പാദനം നടത്തുന്നത്. അള്ളാഹ് അങ്ങനെയുള്ള അസ്ബാബാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാഹു അത് ഇല്ലാതെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ചത് ഇത് രണ്ടുമില്ല, ഉമ്മയില്ല ഉപ്പയില്ല. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർക്ക് എന്തില്ല, ഉമ്മയുണ്ട് ഉപ്പയില്ല. കണ്ട, അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു.
ഇവിടെ ഒരു കാര്യം നമുക്ക് ചൂടാക്കണമെങ്കിൽ, പാകം ചെയ്യണമെങ്കിൽ, കരിക്കണമെങ്കിൽ തീ ആവശ്യമാണ്. അല്ല അങ്ങനെ തീയിലൂടെയാണ് അല്ല ഇവിടെ ആ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത്, നമ്മൾക്ക് നടത്തി തരുന്നത്. അല്ല ഇവിടെ തീയിലൂടെയാണ് കരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തി തരുന്നത്. എന്നാൽ അല്ലാഹു തആല ചില സന്ദർഭത്തിൽ ഇത് മാറ്റിയിട്ടുണ്ട്. അല്ലാഹ് അത് ആവശ്യമില്ലെന്ന് മനസ്സിലാവും. അല്ലെ, കരിക്കുന്നുള്ള തീ ഉണ്ടായിട്ട് പോലും തീ കരിക്കാൻ പറ്റാതായി അല്ലേ. ഉദാഹരണമായിട്ട് എന്താണ്, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല എന്ത് ചെയ്തു? അവിടെ നമ്രൂദ് തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിഞ്ഞിട്ടും തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആപതിച്ചു. അല്ലാഹു തആല എന്ത് ചെയ്തു? ഇബ്രാഹിം നബിയെ അവിടെ രക്ഷിച്ചു. ആ തീക്ക് കരിക്കാൻ പറ്റിയില്ല. മനസ്സിലായി? അപ്പൊ തീ കൊണ്ട് അവിടെ കരിക്കുക എന്നുള്ളത് നടന്നില്ല, അതില്ലാതെ അവരെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ മണ്ണ് സെൽവ ആകാശത്തിന് അല്ലാഹു തആല തീയില്ലാതെ തന്നെ പൊരിച്ച മാംസം അല്ലാഹു തആല ഇവിടേക്ക് ഇറക്കി. അങ്ങനെ സബബുകൾ അള്ളാഹ്ക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷെ അള്ളാഹു ഇവിടെ സുന്നത്തായി വെച്ചു. അങ്ങനെ അപ്പൊ ഇതിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയാനാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു സുന്നത്ത് അല്ലാഹു ഇവിടെ വെച്ചിട്ടുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം നമ്മൾ. അതാണ് ഉലുൽ അൽബാബിന് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളരെ വ്യക്തമായിട്ട് ഈ അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ട് അറിയുമ്പോഴാണ് അവനെ ശരിക്കും ആരാധിക്കൽ അത്യാവശ്യമാണ് എന്നും നമുക്ക് നിർബന്ധമാണ് എന്നും അവനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോഴേ മനസ്സിലാവൂ. അല്ലാഹ് ആരാണ്? നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വീണ്ടും വരിക, അല്ലാഹു ആരാണ്? അവന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അപ്പൊ ഇവിടെ അല്ലാഹു തആലയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ ഈ മാധ്യമങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആദ്യം. ഉദാഹരണമായിട്ട് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കാൻ, അതുപോലെ തന്നെ ഈ മറ്റേ ഭക്ഷണം, നമുക്കുള്ള ഭക്ഷണം, വെള്ളം, ഇതെല്ലാം മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഉത്തരവാദിത്തപ്പെടുത്തി. അവര് മീകായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. അല്ലെ, ഹദീസാണ്, അല്ലെ, പ്രമാണമാണ്. പക്ഷെ ഭക്ഷണം നൽകുന്നവൻ മീകായിൽ അലൈഹി സ്വലാമാണെന്ന് ആരെങ്കിലും പറയോ? മഴ വർഷിപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്ന യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. അതുപോലെ ഇവിടെ എല്ലാം അല്ലാഹു തആല നിയന്ത്രിക്കുന്നതൊക്കെ മലക്കുകളിലൂടെ, ചില സൃഷ്ടികളിലൂടെ. അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് അങ്ങനെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഹഖീഖിയായ ഫായിലായിട്ട്, യഥാർത്ഥ പ്രവർത്തകനായിട്ട് അള്ളാഹുവിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ ഉമ്മയിലൂടെ ഉപ്പയിലൂടെയാണ് അള്ളാഹു നമ്മളെ പരിപാലിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അള്ളാഹു പറയാൻ മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഉമ്മ ഉപ്പനല്ല പറയാം. ആരാ പറയണ്ടത്? ഈ ഉമ്മയിലൂടെ ഉപ്പയിലൂടെ അള്ളാഹുവിനെ കാണണം, അറിയണം. എന്നിട്ട് അള്ളാഹുവാണ് റബ്ബി എന്നും മനസ്സിലാക്കിയിട്ട് അതിൽ അനുഭവിച്ചിട്ട് അള്ളാഹുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ജീവിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു തആല മരണശേഷം അതാ ചോദിക്കുക, മൻ റബ്ബുക, എന്റെ ഉപ്പാനെയും എന്റെ പണവും കാര്യങ്ങളാണോ പരിപാലകനായിട്ട് മനസ്സിലാക്കിയത് എന്നെയാണ്. ഇത് വലിയൊരു വിഷയമാണ്. അള്ളാഹു ഔലിയാക്കളിലൂടെ പറഞ്ഞു നടന്നത്. ഔലിയാക്കളിലൂടെ മാത്രമല്ല, എല്ലാത്തും ഇവിടെ ഗവൺമെന്റ്, അല്ലെ, നമ്മളിവിടെയൊക്കെ കാര്യങ്ങളൊക്കെ റേഷൻ, മാവേലി സ്റ്റോറ്, ഇവിടെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഓരോന്ന് ഗവൺമെന്റ് തന്നെ ഓരോരോ വ്യക്തികളെ ഓരോരോ എന്താ പറയാ ഓരോ വിങ്ങിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അല്ലെ, ഗവൺമെന്റിലൂടെയാണ് നമുക്കിതെല്ലാം അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നല്ല. അത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും ഗവൺമെന്റ് ഇന്നത് ചെയ്തു, മറ്റേ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്നത് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാത്തിൽ കൂടിയും നമ്മളെ പരിപാലിക്കുന്ന അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു ഓരോ അസ്ബാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഔലിയാക്കളിലൂടെയും പലതും അള്ളാഹു തആല ഇവിടെ നടത്തുന്നത്. പക്ഷെ ഔലിയാക്കളാണ് ഇവിടെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. വലിയാണ്, ഷെയ്ഖാണ്, കുത്തുബാണ്, അങ്ങനെയല്ല പറയേണ്ടത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. എന്നാൽ ചില വിഷയങ്ങൾ പറയുന്നിടത്ത് എന്ത് പറയാം? അതങ്ങനെ പറയാം. ചില വിഷയങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നിടത്ത് മീകായിൽ അലൈഹി സ്വലാമാണ് മഴ വർഷിപ്പിക്കുന്നത്. അള്ളാഹു തആല മീകായിൽ അലൈഹി സ്വലാമിനെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാം
ഇന്ന കുത്തുബിലൂടെയാണ് ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത്, അതിനാരും മേക്കട്ടേക്ക് കയറേണ്ട കാര്യമില്ല. ഇന്ന കുത്തുബിലൂടെയാണ് അള്ളാഹു തആല ഇന്ന വലിയിലൂടെയാണ് ഇന്ന കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന് പറയുന്നതിന് മേക്കട്ടത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അള്ളാഹു താലാനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു ആണ് ഇവിടെ എല്ലാം നിയന്ത്രിച്ച് നടക്കുന്ന റബ്ബ് അള്ളാഹു ആണ് എന്നുള്ള ആശയം പഠിപ്പിക്കുന്നതിന് പകരം ഇന്ന വലിയാണ് ഇന്നത് നിയന്ത്രിക്കുന്നത് എന്ന് പഠിപ്പിക്കൽ പാടില്ല. അത് ഹറാമാണ്, അത് ശരിയുമല്ല. കാരണം ഇവരൊക്കെ മാധ്യമങ്ങളാണ്. ഇവരിലൂടെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അമ്പിയാക്കൾ തന്നെ ഇവിടെ വന്നത്. അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് വന്നത്. അപ്പൊ നമ്മളും പറയുകയും ചെയ്യുകയും ചെയ്യേണ്ടതാണ്, ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ നിയന്ത്രിക്കുന്നതും നമ്മളെ പരിപാലിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ആണ് നമ്മളോട് ബന്ധപ്പെട്ടവരെ പണ്ഡിതന്മാരും മറ്റുള്ള മശായിഖന്മാരും എല്ലാവരും അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതാണ് ശരിയായ ധർമ്മം. മറ്റത് അധർമ്മമാണ്. കാരണം ഇതെല്ലാം അള്ളാഹുവിനെ അറിയാനാണ് അള്ളാഹു തആല ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഇവിടെ സൃഷ്ടികളെയും മാധ്യമങ്ങളാക്കിയിട്ടുള്ളതൊക്കെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു പകരം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഈ മാധ്യമങ്ങളെ മാത്രം പരിചയപ്പെടുത്തിയിട്ട് ആ മാധ്യമങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ട് ഇത് തന്നെയാണ് എല്ലാം, ഈ മാധ്യമങ്ങളുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ മാറ്റി നിർത്തി ഒരു ഈ മാധ്യമങ്ങളിലാണ് എല്ലാം എന്ന് ഉള്ള ഒരു സന്ദേശം അത് തെറ്റാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് ജനങ്ങളെ അള്ളാഹുവിനെ തൊട്ട് മറയിടാൻ. ഏതൊരു മഹാന്മാര്, ഏതൊരു ഔലിയാക്കള് അവർ അള്ളാഹുവിനെ കാണിക്കാനും അവർ അള്ളാഹു തആലയെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടുവോ, അവർ ആ മരണം വരെ അവർ നിലനിർത്തിയോ, ആ ഔലിയാക്കളെ തന്നെ നമ്മൾ മാധ്യമമാക്കിക്കൊണ്ട് ആ ഔലിയാക്കളെ അള്ളാഹുവിനെ തൊട്ട് ജനങ്ങൾ മടങ്ങുന്നതിനും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനും ഒരു മറയായി ഈ ഔലിയാക്കളെ തന്നെ നമ്മൾ മിസ്യൂസ് ചെയ്യുക എന്നത് തെറ്റാണ്. അങ്ങനെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ തന്നെ ചില ആളുകൾ വന്ന് ചില വിഷയങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംശയ നിവാരണം കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ, യഥാർത്ഥ ഹക്കായ ഒരു പണ്ഡിതന്മാരും അങ്ങനെയല്ല ഇവിടെ വിവരിക്കുന്നത്. അങ്ങനെ ആരും വിവരിക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് പോയി ചോദിക്കുക, മനസ്സിലാവുക. അങ്ങനെയല്ല. ഔലിയാക്കളിലൂടെയും അമ്പിയാക്കളിലൂടെയും മലക്കുകളിലൂടെയും മറ്റു പല ഇതര എല്ലാ സൃഷ്ടികളിലൂടെയും അല്ലാഹു തആല ഇവിടെ പലതും അല്ലാഹു തആല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ മാധ്യമങ്ങൾ മാത്രം. അവർക്ക് ഒരു കഴിവും സ്വന്തമായിട്ടില്ല. ഉപകാരം ചെയ്യാനും സ്വന്തമായിട്ട് അവർ കഴിവില്ല, ഉപദ്രവിക്കാനും സ്വന്തമായ ഒരു കഴിവുകളില്ല. അത് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇവരിലൂടെ എല്ലാം നിയന്ത്രിക്കുന്നവരും പരിപാലിക്കുന്നവരും കാര്യങ്ങൾ നൽകുന്നവരും തടയുന്നവരും കൊടുക്കുന്നവരും എല്ലാം ബിദ്അത്ത് സ്വയമായിട്ടുള്ള കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അത് മാധ്യമങ്ങളിലൂടെ വെളിവാകുന്നു, അവൻ വെളിവാക്കുന്നു എന്ന് മാത്രം. അപ്പൊ മാധ്യമങ്ങള് മഖ്സൂദല്ല, ലക്ഷ്യമല്ല. ഔലിയാക്കൾ ലക്ഷ്യമല്ല, അമ്പിയാക്കൾ ലക്ഷ്യമല്ല, അള്ളാഹുവാണ് ലക്ഷ്യം. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. അള്ളാഹുവിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നബി ആ മുത്തുനബി ലക്ഷ്യമാണ്. മുത്തുനബിയിലേക്ക് വേണ്ടിയിട്ട് പണ്ഡിതനെ ലക്ഷ്യമാക്കുന്നു, ഔലിയാക്കളെ ലക്ഷ്യമാക്കുന്നു. അതല്ലാതെ യഥാർത്ഥ ലക്ഷ്യം മാറുന്നതാണ് അള്ളാഹുവിലേക്കാണ് ഇതെല്ലാം എന്ത് കൊണ്ടു ചെന്നെത്തിക്കേണ്ടത്. നോക്കേ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഫാത്തിർ സൂറത്തിലുള്ള ഒരു 10-15 ആയത്തുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കുറച്ച് പറയാ, അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കേൾക്കാം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് അറിയാം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് ചിന്തിക്കാം, അള്ളാഹുവിനെ സംബന്ധിച്ച് കുറച്ച് ഓർക്കാം, അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം. അതിനുവേണ്ടി കുറച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം എന്നത് മാത്രമേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മത്നാ വതുലാഥ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഫാത്തിർ സൂറത്തിലെ 1-ാമത്തെ ആയത്താണ് ഓതിയത്. സൂറത്തു ഫാത്തിർ മറിച്ച് നോക്കിയാൽ കാണാം. സൂറത്തു ഫാത്തിറിലെ 1-ാമത്തെ ആയത്താണ് ഓതിയത്. എന്താണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്?
അൽഹംദുലില്ലാഹി, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെവാണ് അവൻ? ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു, ഖൽഖ് ചെയ്തു. അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് വെളിവാക്കി. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർള്. ഖൽഖ്, ഫാത്തിർ എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഖലഖ, മറ്റൊന്ന് അല്ലെ എന്താ പറയാ ഖാലിഖ്, മറ്റൊന്ന് മുബ്ദിഅ. രണ്ട് നാമങ്ങൾ ഉൾക്കൊള്ളുന്നു, രണ്ടും ഉൾക്കൊള്ളും. ഖാലിഖ് എന്ന് പറഞ്ഞാൽ പൊതുവെ പറയാറ്, ഖാലിഖ് എന്ന് പറഞ്ഞാൽ അസ്ബാബുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിനൊക്കെ ഖാലിഖ് എന്ന് പറയും. ഖലഖല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറയും. മുബ്ദിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നുമുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി. ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഇല്ലായ്മയിൽ നിന്നും കുൻ ഫയക്കൂൻ കൊണ്ടുവരുന്നവൻ, ആ നൽകുന്ന മുബ്ദിഅ. രണ്ടും മീനിങ്ങോടെ ഉദ്ദേശിക്കുന്നത്. ആകാശഭൂമികളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ജാഇലിൽ മലായികതി റുസുലൻ, എന്നിട്ട് മലക്കുകളെ നിയോഗിച്ചു, റുസുലൻ, ദൂതന്മാരായിട്ട്. ഉലി അജ്നിഹത്തിൻ മസ്നാ വ സുലാസ വ റുബാ, ചിറകുകളുള്ള 4ഉം 3ഉം 2ഉം ചിറകുകളുള്ള മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയും ചെയ്തു. അങ്ങനത്തെ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്നത്. അപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതിന്റെ ഫാത്തിർ ആരാണ്, സൃഷ്ടാവ് ആരാണ്? അല്ലാഹു ആണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വേറെ ആരുമല്ല. ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കാനും കുൻ എന്നുള്ള ഖിതാബിലൂടെ സൃഷ്ടിക്കുവാനും എന്നിട്ട് അതിനെ തദ്രീജൻ പടിപടിയായി അതിന്റെ സൃഷ്ടിപ്പിനെ പൂർത്തിയാക്കാൻ കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അതെല്ലാ വസ്തുക്കളിലും സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹ്ക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അത് നമ്മളുടെ ഇവിടെയുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഫംഗസുകളായാലും ബാക്ടീരിയകളായാലും മറ്റുള്ള അണുക്കളായാലും ഇനി മറ്റു ജന്തു ജീവജാലങ്ങളായാലും അദൃശ്യജീവികളായാലും ജിന്നുകളായാലും ഇനി മലക്കുകളായാലും അല്ല മനുഷ്യന്മാരായാലും ജിന്നുകളായാലും എന്നർത്ഥം. ഇനി ഗോളങ്ങള്, ഭൂമി മാത്രമല്ല, സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, ലോക്കൽ ഗ്രൂപ്പുകൾ, അർശ്, കുർസി, ലൗഹ്, ഖലം, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടായ ഏകനായ അല്ലാഹു മാത്രമാണ്. അവനാണ് ഇല്ലായ്മയിൽ സൃഷ്ടികളെ കൊണ്ടുവന്നത്. ജാഅലിൽ മലായികത റുസുലൻ, എന്നിട്ട് ഇതിലേക്കെല്ലാം മാധ്യമങ്ങളായിട്ട് ദൂതന്മാരായിട്ട് മലക്കുകളെ നിയോഗിക്കുകയും ചെയ്തു. അമ്പിയാക്കളിലേക്കായാലും മറ്റുള്ള ജന്തു ജീവജാലങ്ങളിലേക്കായാലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിക്കുന്നതിലേക്കായാലും എല്ലാ മലക്കുകൾ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാം. അപ്പൊ അതെന്ത് മനസ്സിലായി? മലക്കുകളെ നിഷേധിക്കാൻ പാടില്ല. അവരെ നിഷേധിച്ചാൽ കാഫിറായി പോകും. കാരണം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ്. മലക്കുകൾ എങ്ങനെയാണ്? 2, 3, 4 ചിറകുള്ള മലക്കുകളുണ്ട്. അത് ചിറകുകൾ എങ്ങനെയാണ്? അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ്. അപ്പോ അവർക്ക് പ്രകാശവർഷം അറിയാം, അത്ര സ്പീഡാ. അപ്പോ മലക്കുകള്, അപ്പൊ അവർക്ക് ചിറക് എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ച ചിറകുകൾ, അവര് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് പറക്കാൻ, പെട്ടെന്ന് നീങ്ങാൻ ഉതകുന്ന ചിറകുകൾ. അതെങ്ങനത്തെയാണ്? അല്ലാഹു റസൂലുഹു ആണ്. മാത്രല്ല, അങ്ങനെ 4ഉം ഇതും മാത്രല്ല, ഖുർആൻ പിന്നെ പറയാൻ യസീദു ഫിൽ ഖൽഖി മാ യശാ, അവന്റെ സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിച്ചത് അധികരിപ്പിക്കുകയും ചെയ്യും. അത് മലക്കുകളുടെ ചിറകുകളിലായാലും. ഉദാഹരണമായിട്ട് മഹാനായ നമ്മുടെ നബിയായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടതായിട്ട് പറഞ്ഞു. 600ഓളം ചിറകുകൾ ഉള്ളതായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുന്ദരമായി കണ്ടതായിട്ട് മുത്തുനബി പറഞ്ഞതാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ട്. അവർ ഉദ്ദേശിച്ചത് സൃഷ്ടിപ്പിൽ അള്ളാഹു വർദ്ധിപ്പിക്കും. ഈ സൃഷ്ടികളും അങ്ങനെ തന്നെ. സൃഷ്ടികളും അവസാന കാലം വരെയുള്ള ഈ ലോകം എപ്പോ അവസാനിക്കും അതുവരെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ള ഉദ്ദേശിച്ചത് അള്ള വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. മുന്നുള്ള പല സൃഷ്ടികളും ഇപ്പോൾ ഉണ്ടായിരിക്കും. പലരും പറയും മനുഷ്യർ കുരങ്ങിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴുള്ള കുരങ്ങുകളോ? ചോദ്യം. ഇപ്പോഴുള്ള കുരങ്ങുകൾ എതിൽ നിന്നുണ്ടാക്കിയതാണ്? ഇപ്പോഴുള്ള കുരങ്ങുകൾ എന്തുകൊണ്ട് പണ്ടത്തെ ഇവരുടെ പൂർവികരും കുരങ്ങന്മാരായിരുന്നെങ്കിൽ ഈ കുരങ്ങുകൾ എന്തുകൊണ്ട് ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിണാമം സംഭവിച്ചില്ല? ഇപ്പോഴും ആ കുരങ്ങ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് പരിണാമം സംഭവിക്കുന്നില്ല? മനുഷ്യന്മാർക്ക് ഇപ്പോഴും കാലങ്ങളായിട്ട് മനുഷ്യന്മാരെ കാണൽ തുടങ്ങിയ
ഡാർവിൻ അടക്കമുള്ള ഈ മനുഷ്യകുലം എന്തുകൊണ്ട് മനുഷ്യകുലത്തിന് വലുപ്പവും ചെറുപ്പമൊക്കെ ഒന്ന് കുറഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും എന്തായിട്ടില്ല, ആ ഒരു പരിണാമം സംഭവിക്കുന്നില്ല. ഇതാ കഴിഞ്ഞ ഏതോ മനുഷ്യന്മാരിപ്പോ കുരങ്ങായിരിക്കണു ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാബിറക്കിയിട്ടുണ്ട് മുൻഗാമികളില്. നിങ്ങൾ കുരങ്ങുകളായി മാറുക എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ വിഭാഗം മൊത്തം കുരങ്ങുകളായി മാറി. അപ്പൊ അതിന്റെ ഫോസിലുകൾ പിന്നീട് കണ്ടെടുക്കുമ്പോ കുരങ്ങിന്റെ ഫോസിലല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് മുന്നുള്ള ആ മനുഷ്യര് കുരങ്ങായത് എന്ന് അതിന്റെ അർത്ഥം അത് അതാബിറക്കിയ പോയതാണ് അല്ലെ. ഓക്കെ, ചിന്തിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അധികരിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ സംശയിക്കേണ്ട, അള്ളാഹ് അതിന് പറ്റുമെന്ന് സംശയിക്കേണ്ട. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണില്ലേ പുതിയ പുതിയ പാറ്റകൾ വരികയാണ്, പുതിയതായ പാറ്റകൾ. അള്ളാഹ് പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിന് അത് എന്ത് ചെയ്യും? അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവരാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കഴിവ്. എല്ലാ ഷൈഇൻ, എന്തൊരു വിഷയം എല്ലാറ്റിനും അള്ളാഹ് ഖുദ്റത്തുള്ളവരാണ്. അള്ളാഹു ഇന്നതിന് കഴിവില്ല എന്നില്ല, എല്ലാറ്റിനും അള്ളാഹു തആല കഴിവുള്ളവനാണ്. അങ്ങനെയാണ് എല്ലാത്തിനും ഖുദ്റത്ത്. അപ്പൊ ചിലവര് പറയണം അള്ളാഹ് കളവ് പറയാൻ കഴിവുണ്ടോ? അള്ളാഹു തആലാന്റെ ഇറാദത്ത് ഖബീഹിനോട് ബന്ധിക്കൂല എന്ന് പറഞ്ഞു. ഖബീഹിനോട് ബന്ധിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു മാന്യനായ മനുഷ്യൻ, ആ മനുഷ്യന് ഒരാളെ നല്ല സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഒരാളെ കൊലപാതകം ചെയ്യും, ആ മനുഷ്യൻ വ്യഭിചരിക്കില്ല, അയാൾക്ക് കത്തിയിട്ട് കുത്താനുള്ള കഴിവില്ലായിട്ടാണോ? അള്ളാഹുവിലേക്ക് ഉദാഹരിക്കല്ല, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വശം പറഞ്ഞുതരാം. അല്ല, അയാൾ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അയാളുടെ ഇറാദത്ത്, ഈ വ്യക്തിയുടെ ഉദ്ദേശം ഒരിക്കലും എന്തിലേക്ക് ബന്ധിക്കൂല. ഇയാൾ മാന്യന, അയാൾ സ്തുത്യർഹ സ്വഭാവമുള്ള ആളാണ്, ഇയാൾ മോശ സ്വഭാവക്കാരനല്ല. ആ സ്തുത്യർഹ സ്വഭാവമുള്ള ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഇറാദത്ത് എന്തിലും ബന്ധിക്കൂല. കൊലപാതകം ചെയ്യുക, അശ്ലീലമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, വ്യഭിചരിക്കുക, അതിനോടൊന്നും അയാൾ ഉദ്ദേശം ബന്ധിക്കൂല, അയാൾ ഉദ്ദേശിക്കൂല എന്നർത്ഥം. അല്ല, അത് കഴിവില്ലായിട്ടാണെന്നല്ല. കഴിവ് എന്ന് പറയുന്നത് ഒരു സിഫത്താണ്, ഖുദ്റത്ത് എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്, ഒരു കഴിവാണ്. അത് എന്തിനും പ്രവർത്തിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനതകളൊരു പരിശുദ്ധനാണ്. അവന്റെ ഇറാദത്ത് ഖബീഹിനോട്, മോശമായ കാര്യങ്ങളോട്, മുസീഇനോട് ഒരിക്കലും ബന്ധിക്കുകയില്ല. നന്മയോടും ഖൈറിനോട് മാത്രമേ അല്ലാഹു തആലയുടെ ഇറാദത്ത് ബന്ധിക്കുള്ളൂ. ബിയദിഹിൽ ഖൈർ, അവന്റെ കരങ്ങളിലാണ് ഖൈറുള്ളത്. അവന്റെ കരങ്ങളിൽ ഒരിക്കലും ഷർറില്ല. ഷർറ് മനുഷ്യന്റെ ഭാഗത്ത്, പക്ഷെ അതിന് സൃഷ്ടാവ് അല്ലാഹു. ഷെറിനെ മനുഷ്യൻ സൃഷ്ടിക്കണമെന്നാണ്. സൃഷ്ടാവ് ഖൈറും ഷെറും എല്ലാത്തിനും സൃഷ്ടാവ് ആരാണ്? അള്ളാഹു തന്നെയാണ്. അള്ളാഹു തന്നെയാണ് ഖൈറും ഷെറും സൃഷ്ടിക്കുന്നത്. പക്ഷേ ഷെറ് വരുന്നത് മനുഷ്യനിൽ കൂടിയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ, മനുഷ്യന്റെ സ്വഭാവം കൊണ്ടോ, മനുഷ്യന്റെ പ്രകൃതി കൊണ്ടോ, അവൻ സൃഷ്ടി ആയതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഷെറ് വരാം. ഇവരിൽ ഖൈർ വരണമെങ്കിൽ അള്ളാഹു താലാന്റെ അവന്റെ കരങ്ങളിലാണ് ഖൈർ മുഴുവനുള്ളത്. അതുകൊണ്ട് ആ ഖൈർ ഇവരിൽ വെളിവാക്കുമ്പോൾ മാത്രമേ ഇവരിലുള്ള ഖൈർ വരൂ. നിനക്ക് ഒരു നന്മ എത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നാണ്. നിനക്കൊരു തിന്മയിൽ നിന്ന് വലുത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗത്ത് നിന്നാണ്, നിന്റെ നഫ്സിന്റെ തകരാറ് മൂലമാണ്, അതിന് ന്യൂനത മൂലമാണ്. ആരാ പറഞ്ഞത്? അള്ളാഹു തന്റെ ഖുർആനിലൂടെ വ്യക്തം. ഓക്കെ, പരിശുദ്ധ ഖുർആൻ. പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ 2-ാമത്തെ ആയത്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു തആലക്ക് എല്ലാത്തിനും കഴിവുണ്ട്, പക്ഷെ അവന്റെ ഇറാദത്ത് മോശമായ കാര്യങ്ങളോട് ബന്ധിക്കില്ല എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. സൂറത്തുൽ ഫാത്തിഹ 2-ാമത്തെ ആയത്ത് എന്താണ്? മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മത്തിൻ, അല്ലാഹു തആല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു തആല ജനങ്ങളിലേക്ക് ഒരു അനുഗ്രഹം അങ്ങോട്ട് ചൊരിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ മുംസിക ലഹ, അതിനെ തടയുന്നവനില്ല, അതിനെ പിടിച്ചു വെക്കുന്നവനില്ല. വേറെ ആൾക്ക് പറ്റൂല, ഒരു സൃഷ്ടിക്കും പറ്റും. അല്ലാഹു ഒരാൾക്ക് ഒരു നന്മ തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടയുന്നവരില്ല, അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം. അത് പിടിച്ചു വെക്കാൻ ആർക്കും ആവില്ല. ഇത് ഈമാനാണ്, ഖുർആനാണ് ഈ പറയുന്നത്.
ഇത് നമുക്ക് ഇതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിശ്വസിച്ച ഒരാൾക്ക് സന്തോഷിക്കാം. എനിക്ക് ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഒരു ദേശനും സാധ്യമല്ല. എന്താ ഇന്നുള്ള ആകളൊരു ചിന്ത, സിഹിർ ചെയ്ത് കൂടോത്തരം ചെയ്ത് കണ്ണേറ് പറ്റി പിരാകിപ്പോയി, ഇതൊക്കെ തട്ടോ അല്ല ഉദ്ദേശിച്ചോ തട്ടോ, അല്ല ഉദ്ദേശിച്ചില്ലെങ്കിലോ തട്ടൂല. അപ്പൊ സിഹിർ ബാധിച്ചു, കണ്ണേറ് ബാധിച്ചു, അല്ലെ വേറെ എന്തെങ്കിലും അക്രമം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ വന്നു, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ ഒരു അക്രമി നമ്മളെ ആക്രമിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു നഷ്ടം വന്നു സാമ്പത്തികമായിട്ട്, അതായത് ഒരാൾ കള്ളം കട്ടുകൊണ്ടുപോയി, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു, പണം മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹ് ഉദ്ദേശിക്കാതെ അത് സംഭവിച്ചിട്ടില്ല. അള്ളാഹ് ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും പറ്റൂലെങ്കിൽ പിന്നെ നമ്മളിതിനെ ബേജാറാവണം. ഇന്നാൾ സിഹിർ ചെയ്യോ, ഇന്നാൾ അന്നത് ചെയ്തോ മറ്റത് ചെയ്യോ, ഒന്നും എന്ത് ചെയ്യണം, നമ്മൾ ബേജാറാവണം. സന്തോഷം നടന്നോളി. എന്ത് ചെയ്യണം? കാര്യകാരണ ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പണാണെങ്കിൽ നമ്മളുടെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് അതിനെ സൂക്ഷിക്കുക, അതിനെ ബന്ധുവസ്താക്കുക. മൃഗങ്ങളാണെങ്കിൽ അതിന്റെ മട്ടത്തിൽ കെട്ടിയിടെ രാത്രി ഉറങ്ങുമ്പോൾ വാതിലൊക്കെ ശരിക്കും പോലെ അടക്ക. മുത്തനബി പറഞ്ഞതുപോലെ ബിസ്മിയൊക്കെ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി എന്ന് പറഞ്ഞിട്ടൊക്കെ അടക്ക. അപ്പൊ പിശാചുക്കളൊന്നും വരില്ല. ഇങ്ങനെ ഹദീസിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യകാരണ ബന്ധപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പരീക്ഷയുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പഠിക്കേണ്ടതൊക്കെ നല്ലപോലെ പഠിക്കുക, ഒക്കെ റെഡിയാക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? അതോടുകൂടി അള്ളാഹുവിനെ അത് ഏൽപ്പിക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് അള്ളാഹ് തന്ന തൗഫീഖ് കൊണ്ടാണെന്നുള്ള ബോധം ഉണ്ടാവണം. അള്ളാഹിന്റെ തൗഫീഖ് കിട്ടിയോണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അള്ളാഹ് ശുക്ർ ഉണ്ടാവും, നന്ദി നമ്മൾ ഉള്ളിൽ നിന്ന് വരും. എന്നിട്ട് അള്ളാഹുവിനെ ഇന്നത്തെ ഏൽപ്പിക്കുന്നോണ്ട് പിന്നെ ബേജാറ് പാടില്ല. അതിനെ പിടിച്ചു വെക്കുന്നവൻ ആരുമില്ല, അതിനെ പിടിക്കാൻ ആർക്കും പറ്റില്ല. അള്ളാഹ് തരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളി, പ്രായത്തായിക്കോളി. ഇതൊക്കെ ചെയ്യണമെന്ന് മാത്രമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് പിന്നെ ബേജാറാണ്. എന്നിട്ടും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹ് അത് എന്ത് ചെയ്തിരിക്കണേ, ആ പ്രയാസം വരുത്താൻ അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ്, അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ്. കാരണം ഇതൊക്കെ അള്ളാഹ് റസൂലും പറഞ്ഞതുപോലെ ചെയ്തു, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. പിന്നെയും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടിട്ടുള്ള അള്ളാഹിന്റെ ബലാഅ് പരീക്ഷണമാണ്. അത് ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൽ നിന്ന് ഉന്നതമായ പ്രതിഫലം എനിക്കുണ്ട്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, തീർച്ചയായും ക്ഷമിക്കുന്നവരോട് അള്ളാഹുണ്ട് ഉന്നതമായ സവാബ് എനിക്കുണ്ടായിരിക്കും. അപ്പൊ അൽഹംദുലില്ലാഹ്, അത് ഒരു വിഷമം തോന്നുന്നില്ല. എന്നിട്ട് അവന്റെ അടുത്ത് പണം നഷ്ടപ്പെട്ടു, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ലെ മൊബൈൽ നഷ്ടപ്പെട്ടു, പെട്ടെന്ന് വിഷമം ഉണ്ടാവില്ല. മൊബൈൽ നഷ്ടപ്പെട്ട് വിഷമം ഉണ്ടാവും. ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടില്ല, അള്ളാഹിനെ ഏൽപ്പിച്ചത്. ഇനി ഞാൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്നിൽ നിന്ന് മാറ്റിയത്, അവൻ തന്നത് അവനെടുത്ത് മാറ്റി. അൽഹംദുലില്ലാഹ്, അവരതിനേക്കാൾ നല്ലത് തരാൻ സന്തോഷം, വിഷമം ഉണ്ടാവും. കാരണം അതാ മോമിൻ. അപ്പൊ എന്തോ റാഹത്തുണ്ടാവും ജീവിതം. അതാ ഖുർആൻ പറയുന്നു അള്ളാഹു, വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി. ഇനി അവൻ വല്ലതും പിടിച്ചു വെക്കുന്ന പക്ഷം അതിനുശേഷം അത് വിട്ടുകൊടുക്കുവാനും ആരുമില്ല. ഇനി അള്ളാഹു എങ്ങാനും ഒരാളിൽ നിന്നൊരു നന്മയെ പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചു, മൊബൈൽ വാങ്ങിയൊക്കെ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ പണം തൽക്കാലത്തിന് മാറ്റാം, അല്ലെങ്കിൽ സന്താനങ്ങളെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ, അല്ലെങ്കിൽ വീട്, സ്വത്ത്, സമ്പത്ത്, അല്ലെങ്കിൽ സ്വന്തം നാട് തന്നെ അള്ളാഹു പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് നൽകുവാനും ആരുമില്ല. അതിനുശേഷം അവൻ പിടിച്ചു വെച്ചതിന് ശേഷം നൽകുവാനും ആരും ഇനി നൽകണമെങ്കിൽ അത് തന്നെ നൽകണം. ഇത് വിശ്വാസമാണ്. അത് എല്ലായിടത്തും വെക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ട് വെക്കാം, വീടുമോ കുടുംബവുമായിട്ട് വെക്കാം, സമൂഹവുമായി വെക്കാം, പ്രപഞ്ചവുമായി ഇത് ബന്ധിപ്പിക്കാം. പ്രപഞ്ചത്തിൽ വരുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നമ്മൾ നടന്നതായ ഉരുൾപൊട്ടലുകൾ, ഇതിലൊക്കെല്ലാം ഇത് തന്നെയാണ് സംഭവം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊക്കെ സിട്ടാവ് അള്ളാഹുവാണ്, നിയന്ത്രണം അള്ളാഹുവിന്റെ അടുക്കലാണെന്നും, അള്ളാഹ് ഒരു കാര്യം നൽകാൻ ഉദ്ദേശിച്ചാൽ തടയാനാർക്കും സാധ്യമല്ല എന്നും, അള്ളാഹു ഒരു കാര്യം പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ മുർസില ലഹു മിൻ ബഅദി വഹുവൽ അസീസുൽ ഹകീം. അവനാണ് യഥാർത്ഥത്തിൽ സ്വയമായി പ്രതാപവാൻ. അവനാണ് തന്ത്രജ്ഞൻ, അവനാണ് യുക്തിമാനും അവൻ തന്നെയാണ്. പ്രതാപവാൻ, അതായത് സ്വന്തം അഭിമാനമുള്ളവൻ, ഇസ്സത്തുള്ളവൻ, പ്രതാപവാൻ എന്ന് പറയാം. അടുത്ത ആയത്ത്, യാ അയ്യുഹന്നാസു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ വൽ അർദി ലാ ഇലാഹ ഇല്ലാഹു
വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അപാരതയെ നമ്മിലേക്ക് അവനല്ലാതെ ആരുമില്ല ചെയ്തു തരാൻ എന്നുള്ളൊരു പറയാണ്. അല്ലാഹ് പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അത് അള്ളാഹിനെ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഹൈന്ദവനായാലും ശരി, ബുദ്ധനായാലും ശരി, ജൈനനായാലും ക്രിസ്തീയനായാലും, ഇനി മതമില്ലാത്ത യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ആദിവാസിയായാലും അങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകനെയും നിഷേധിക്കുന്നവനായാലും ആരായാലും എല്ലാവരും അതിൽ പെട്ടു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അല്ല പറയാം, എന്നിട്ട് പറയാം, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളെ മേൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. കണ്ട, അതെന്തിനാണ് നിഷേധിക്കാതിരിക്കാൻ എല്ലാവരോടും പറയാണ്, മൊത്തം ജനങ്ങളോട് പറയാണ്. എല്ലാവർക്കും അല്ലല്ലാതെ വേറെ ആൾ നൽകാനില്ല, വേറെ ആരും നൽകാനില്ല. അള്ളാഹു മാത്രമാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അത് നബിമാർക്ക് വരെ, ഹത്താക്ക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വരെ അല്ലല്ലാതെ നൽകാൻ ആരുമില്ല. എല്ലാവർക്കും അള്ളാഹ് നൽകിയിട്ടുള്ളൂ. നിഷേധിക്കും അള്ളാഹ് നൽകിയിട്ടുള്ളൂ. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹ് നൽകി. മനസ്സിലാവും? അപ്പൊ ആ നൽകിയത് ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് എന്തെല്ലാം നൽകി, ജീവൻ നൽകി, മറ്റുള്ള എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് ആരോഗ്യം നൽകി, ആയുസ് നൽകി, ഭാര്യനെ നൽകി, സന്താനങ്ങളെ നൽകി, മാതാപിതാക്കളെ നൽകി, വീട് നൽകി, അല്ലെ, വാഹനങ്ങൾ നൽകി, സ്വത്ത് നൽകി, സമ്പത്ത് നൽകി. ഇനി ഓരോരുത്തർക്കും കൂടുതൽ നൽകിയതുണ്ടാവും, കുറഞ്ഞു നൽകിയതുണ്ടാവും. കുറഞ്ഞു നൽകിയവർക്കും ചില അനുഗ്രഹങ്ങൾ മറ്റുള്ള എത്രയോ വലിയ കോടീശ്വരനായ യൂസുഫ് അലിക്ക് പോലും നൽകാത്തത്, അല്ലെങ്കിൽ അംബാനിക്ക് നൽകാത്തത് ചിലപ്പോൾ ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യർക്ക് അത് നൽകിയിട്ടുണ്ട്. അത് അവർക്ക് നൽകിയിട്ടുണ്ടോ? അൽഹംദുലില്ലാ. അപ്പൊ അത് ഓർക്കുമ്പോ അൽഹംദുലില്ലാ ഇന്ന് വരും. എന്നിട്ട് പറയാണ് അല്ലാഹു തആല ഈ അനുഗ്രഹങ്ങൾ ഓർക്കാൻ പറഞ്ഞിട്ട് പറയുന്നതാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറെ ഏത് സൃഷ്ടാവാണ് നിങ്ങൾക്കുള്ളത്? ഒന്ന് പറഞ്ഞു തരുവാനായിരിക്കും. ഹൽ മിൻ ഖാലിഖിൻ, ഏതെങ്കിലും ഒരു സൃഷ്ടാവ് ഉണ്ടോ? സൃഷ്ടാവിൽ നിന്നും വല്ലവരും ഉണ്ടോ? സൃഷ്ടാക്കളിൽ നിന്നും വല്ലവരുണ്ടോ? അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിച്ചു തരുന്നത് നിങ്ങൾ കരുതുന്ന അവരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ഏതും സൃഷ്ടാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? എന്തെല്ലാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ മലകള്, മാമലകള്, പർവ്വതങ്ങള്, സമുദ്രങ്ങള്, അല്ലെ, നല്ല ഭംഗിയായ പ്രകൃതി രമണീയമായ അന്തരീക്ഷം, അല്ലെ, ഈ ഭൂമി, വെള്ളം, എന്തെല്ലാം നൽകി. ആകാശങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ആകാശങ്ങളിൽ സൂര്യൻ, ആ സൂര്യപ്രകാശം കൊണ്ടാണ് ഇവിടെ സസ്യങ്ങള്, ആ സൂര്യപ്രകാശത്തിൽ നിന്നാണ്, അല്ലെ, അൽഹംദുലില്ലാ, ഓക്സിജൻ. അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ആകാശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രഭവ കേന്ദ്രത. ആകാശങ്ങളാണ്, സൂര്യനാണ്. അവിടെ മേഘങ്ങളാണ്, കാർമേഘങ്ങളാണ്, സൂര്യനാണ്, അല്ലെ. കാർമേഘങ്ങൾ ഉണ്ടാക്കാൻ, ഇവിടെ സമുദ്രത്തിൽ നിന്നും നീരാവിയായി പോകാൻ അപ്പോഴും സൂര്യനാണ്. സൂര്യന്റെ ആ താപമേറ്റ് ഈ സമുദ്രത്തിൽ നിന്നും വെള്ളം നീരാവിയായി പോകുന്നു. ഇതൊക്കെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്, അല്ലാഹു തആല നൽകുകയാണ്. അങ്ങനെ അതിൽ കൂടി അല്ലാഹു തആല എന്തെല്ലാം പ്രോസസ്സുകൾ, അല്ലെ, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയാണ് അല്ലാഹു തആല. അതാണ് ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെ. ആകാശങ്ങളിൽ നിന്നും നിനക്ക് ഭക്ഷണ ഉപജീവന മാർഗം, യർസുഖുക്കും, നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നു, മിനസ്സമായി, ആകാശങ്ങളിലും, വല്ലാർന്നു, ഭൂമിയിൽ നിന്നും, ഭൂമിയിൽ വെള്ളം, അല്ലെ, എന്തെല്ലാം ഉണ്ട് ഭൂമിയിൽ, സസ്യലതാദികള്, അതിൽ നിന്നും നെല്ലുകള്, അല്ലെങ്കിൽ മറ്റുള്ള ചോളം പോലെയുള്ള, ഗോതമ്പ് പോലെയുള്ള, അല്ലെ, എന്തെല്ലാം ധാന്യങ്ങൾ, പഴങ്ങള്, പഴവർഗ്ഗങ്ങള്, ഇലകള്, ചീര പോലെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല നൽകുന്നു. മൃഗങ്ങള്, അല്ലെ, കോഴിയായാലും മാടായാലും, അല്ലെ, എല്ലാം ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അല്ലാഹ് പറയാണ്, ഇതൊക്കെ അല്ലാഹ് നൽകിയത്. ഈ അല്ലാഹനെ മറന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും, നിങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും കല്ലുകൾക്കും ബിംബങ്ങൾക്കും എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അവർ നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഇതെല്ലാം അല്ലാഹുവാണ് ചെയ്തു തരുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ, അതുകൊണ്ട് തന്നെ
അവനല്ലാതെ ഇതെല്ലാം തരുന്നവനായിട്ടില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതായി, നിങ്ങൾക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകുന്നവനായി, നിങ്ങൾക്കുള്ള പാർപ്പിടങ്ങൾ നൽകുന്നവനായി, വസ്ത്രങ്ങൾ നൽകുന്നവനായി, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകുന്നവനായിട്ട് അവനല്ലാതെ ആരുമില്ല. അതുകൊണ്ട് അവനല്ലാതെ ആരാധ്യനില്ല. അവർക്ക് മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഹഖായ വണക്കത്തിന് തരപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാതെ ആരുമില്ല. ഹഖായ വണക്കത്തിന് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നവൻ നിങ്ങളെ ഖാദിയൽ ഹാജാത്തായിട്ട്, നിങ്ങളുടെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? ഈ നല്ല അള്ളാഹുവിൽ നിന്നും ഇതെല്ലാം നൽകി തരുന്ന സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നും നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു? എന്തു കാര്യമാണ് എന്നിട്ടും നിങ്ങളെ അള്ളാഹുവിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹുവിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുന്നത് വീണ്ടും എന്താണ്? ഇങ്ങനെയൊക്കെ അവനല്ലേ ചെയ്തു തരുന്നത്, എന്നിട്ടും അള്ളാഹുവിൽ നിന്നും നിങ്ങൾ തെറ്റുന്നത് എന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ട് നിങ്ങളെ മനസ്സിനെ വിലങ്ങുന്നത് എന്താണ്? അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിന് തൊട്ട് നിങ്ങളെ വിലങ്ങുന്നത് എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് തൊട്ട് വിലങ്ങുന്നത് എന്താണ്? എല്ലാം അവൻ ചെയ്തു തരുന്നു. ഖുർആൻ പറയാം. വീണ്ടും അള്ളാഹു പറയാണ്, വയൗമ യഹ്ശുറുഹും ജമീഅൻ. അതല്ല, മൂന്നാമത്തെ ആയത്തിൽ ഞാൻ നോക്കിയത്, അടുത്ത നാലാമത്തെ ആയത്ത്. ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് അവരെല്ലാരും ആരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് ശേഷം അള്ളാഹു പറയാണ് നബിയെ, എന്നിട്ടും നിങ്ങളെ അവർ കളവാക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യാണ് അള്ളാഹു തആല ആശ്വസിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു റബ്ബിനെ സംബന്ധിച്ച് നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും നിങ്ങൾ അവർ കളവാക്കുകയാണെങ്കിൽ ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബലിക്, നബിയെ തങ്ങൾക്ക് മുന്നേയും മുന്നേയുള്ള ധാരാളം പ്രവാചകന്മാരെ അവർ കളവാക്കി. ഈ മനുഷ്യർ മുന്നേയുള്ള കുറെ പ്രവാചകന്മാരെ മനുഷ്യന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കിയിട്ടുണ്ട്. നബിയെ തങ്ങളെക്കാൾ മുന്നേയുള്ള പ്രവാചകന്മാരെയും കളവാക്കിയിരുന്നു. അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളെല്ലാം അടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. എന്നിട്ട് അള്ളാഹു പറയാം, യാ അയ്യുഹന്നാസു ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അള്ളാഹു നൽകുന്ന ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ സൃഷ്ടിപ്പിനെയും അവന്റെ നിയന്ത്രണത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ നൽകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ മാത്രമേ ആരാധിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ അനുഗ്രഹങ്ങളെ ഓർക്കാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു പറയാൻ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അല്ലാഹു തആലാന്റെ വാഗ്ദാനം സത്യം തന്നെ. അല്ലാഹു ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായ സത്യം തന്നെ. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ പ്രവാചകരെ അനുസരിച്ച് ജീവിക്കുകയാണ് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത് ചെയ്താൽ ഇന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത് പറഞ്ഞാൽ ഇന്നത് ചൊല്ലിയാൽ ഇന്നത് തരാമെന്ന് പറഞ്ഞാൽ, ഇന്നത് ഇബാദത്ത് ചെയ്താൽ അതിന് ഇന്ന പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോന്നും അങ്ങനെ അള്ളാഹു പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ, അള്ളാഹു നൽകിയ ഹഖുൻ, അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അതുകൊണ്ട് ഈ ദുനിയാവിന്റെ ജീവിതം എന്ത് ചെയ്യണ്ട, ഈ ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ അല്ലാഹു. കാരണം ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നു അല്ലാഹു. ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഈ അനുഗ്രഹങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് അത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിലായിട്ട്, കാരണം ഇത് അള്ളാഹു തരുന്നുള്ള ചിന്ത മാറ്റിയിട്ട് എന്റെ പരിശ്രമം കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത് എന്നോ മറ്റോ ചിന്തിച്ചിട്ട് ഇതിന്റെ പിന്നാലെ പോയിട്ട് നീ വഞ്ചിക്കപ്പെടണ്ട. ഈ ദുനിയാവിൽ വഞ്ചിക്കപ്പെടും, അങ്ങനെ അള്ളാഹനെ മറക്കും. അതാണ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഇവിടെ ഗറൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചാണ്, ശൈത്താൻ.
ശൈത്താന് അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ പിശാചും വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിലാവുക, പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാച് എന്തു ചെയ്യും? അള്ളാഹു ഇതെല്ലാം നൽകുന്ന ഇതിന്റെ എല്ലാം അടിസ്ഥാന ദാതാവായ അള്ളാഹുവിനെ മറപ്പിക്കും. എന്നിട്ട് ഈ വസ്തുവാണ് നിങ്ങൾക്ക് ഉപകരിക്കുന്നത്, ഈ വസ്തുവാണ്, ഈ പണമാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഈ ജോലിയാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഈ കൃഷിയാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഈ നേതാവാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഈ ഗവൺമെന്റാണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന ഗവൺമെന്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നത് കിട്ടിയത്, ഇന്ന ആള് ഭരണാധികാരിയായതുകൊണ്ടാണ് കിട്ടിയത്, ഇന്നാള് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്ന് പിശാചും ഉത്ബോധനം ചെയ്യും. ഈ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അള്ളാന്റെ കാര്യത്തിൽ. കാരണം എന്താണ്? ഇതെല്ലാം മാധ്യമങ്ങളാണ്. ഇതിലൂടെ നടത്തുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവാൻ. ആ അള്ളാഹുവിനെ നിങ്ങൾ തെക്കുവ ചെയ്ത് ജീവിക്കുകയും അവനോട് കാര്യങ്ങൾ പറയുകയും അവനെ ഏൽപ്പിക്കുകയും ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അള്ളാഹു നൽകും. കൂടുതൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള കൂടുതൽ കഴിവുകളും തന്റേടവും ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും മറ്റുള്ള ഹിക്മത്ത്, മറ്റുള്ള തന്ത്രങ്ങളും എല്ലാ കഴിവുകളും അള്ളാഹ് തന്നെ തരും. നിങ്ങൾക്ക് ജോലി ചെയ്യാനും കാര്യങ്ങൾ ചെയ്യണം എല്ലാ കഴിവുകളും അള്ളാഹ് തരും. അള്ളാഹ് വീണ്ടും വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ വീണ്ടും അള്ളാഹു അതിനുള്ള മാർഗങ്ങളും ചെയ്തു തരും, സൗകര്യങ്ങളും ചെയ്തു തരും. അങ്ങനെ നിങ്ങൾ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട്, കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ദുനിയാവിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അള്ളാഹു എന്ത് ചെയ്യും? ആ പരിശ്രമത്തിലും അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട്, അതിന്റെ ഫലമായിട്ട് വീണ്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ അവലംബമാക്കേണ്ടത്. അതിനെ പിശാച് മാറ്റിച്ച് നിങ്ങളെ കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു താല വല്ല പണം ചോദിക്കാൻ അള്ളാഹ് ദീനിന് വേണ്ടി അള്ളാഹു പണം ചോദിക്കുന്നിടത്ത് എന്റെ പണം തീർന്നു പോകും. അള്ളാഹ് തന്ന പണം അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോ തീർന്നു പോകും. താൻ ചെയ്ത തെറ്റ് കാരണത്താൽ ഉണ്ടായ കടങ്ങൾ കാരണത്താൽ ആ കടം പറഞ്ഞുകൊണ്ട് വീണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനെ അവൻ എന്ത് ചെയ്യും? തടയപ്പെടും. പിശാച് പറയും, നീ വീണ്ടും ദരിദ്രനാ, നീ കടബാധിത. ഈ കടം വന്നത് തന്നെ അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിൽ, മിതമായ രീതിയിൽ നീ അള്ളാഹു തവക്കുൽ ചെയ്ത് ജീവിക്കാത്തത് കൊണ്ടാണ്, മിതമായ രീതിയിൽ അള്ളാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തത് കൊണ്ട് കടം തന്നെ വന്നത്. എന്നിട്ട് ആ കടം വെച്ചുകൊണ്ട് ഇനിയും അള്ളാഹിന്റെ മാർഗത്തിലേക്ക് വല്ല ദാനം ചെയ്ത് നീ സ്വർഗത്തിൽ പോകുന്നതും, ഈ കടം വീടാൻ ഇനിയും അള്ളാഹു നിനക്ക് പണം തരുന്നത് പോലും ഇല്ലാതാക്കാനാണ് പിശാച് പറയുന്നത്. എന്ത് കടമുണ്ട്, അതോട് ചെലവാക്കണം. ചെലവാക്കി എന്താവും? അന്റെ കടം വീടാനുള്ളത് അള്ളാഹ് വീണ്ടും നൽകും. കാരണം അള്ളാഹിന്റെ മാർഗം നൽകുമ്പോൾ അള്ളാഹ് വീണ്ടും കൂടെ ഇരട്ടാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെ എന്തെല്ലാം പിശാചുകൾ കൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. കാരണം പണമാണല്ലോ ആൾക്കാർ വലിയ വിഷയം, പണം ചെലവാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതാണ് അതാണ് പറയുന്ന അള്ളാഹിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്താണ് പിശാച് വഞ്ചിക്കാതിരിക്കട്ടെ. അള്ള പറയാണ് ശൈത്താനെ പറ്റിയിട്ട്, തീർച്ചയായും പിശാച് ശൈത്താന് നിങ്ങൾക്ക് ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ പരിഗണിക്കും. ശത്രുവായി തന്നെ അവനെ കാണണം, അവനെ ശത്രുവാക്കി വെക്കണം. അവൻ ശത്രുവാണെന്ന് തന്നെ മനസ്സിലാവനെ പരിഗണിക്കണം. അവൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു വിചാരിക്കണ്ട. മനസ്സിലാവുണ്ടോ? എന്നിട്ട് പറയാണ് അല്ലാഹു തആല, ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇന്നമാ തീർച്ചയായും യദൂ ഹിസ്ബഹു, പിശാച് എന്ത് ചെയ്യുന്നു? അവൻ വിളിക്കുന്നു ഹിസ്ബഹു, അവന്റെ പാർട്ടിക്കാരെ, അവന്റെ പക്ഷക്കാരെ പിശാച് എന്ത് ചെയ്യുന്നു? ക്ഷണിക്കുന്നു. പിശാച് ക്ഷണിക്കുന്നു, അവൻ വിളിക്കുന്നു. എങ്ങോട്ട്? ലിയകൂനു, അവരാവാൻ വേണ്ടിയിട്ട്, മിൻ അസ്ഹാബിസ് സഈർ, നരകാവകാശികള്, അവർ നരകാവകാശികൾ ആവാൻ വേണ്ടിയിട്ട് അവന്റെ പക്ഷക്കാരെ എന്തു ചെയ്യുന്നു? പിശാച് ക്ഷണിക്കുന്നു. പിശാച് അങ്ങട്ടാ ക്ഷണിക്കും, ഇവരെങ്ങനെ നരകാവകാശികളാവണം, അപ്പൊ അവന്റെ പക്ഷക്കാരാവണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. 7-ാമത്തെ ആയത്ത് എന്താ പറയുക നോക്കാം. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. എന്നിട്ട് അല്ലാഹു പറയാണ് ഇങ്ങനെ, വല്ലദീന കഫറു അല്ലദീന കഫറു, അങ്ങനെ ഈ നിഅമത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അല്ലാഹു തആല നിഅമത്തുകൾ ഓർക്കാൻ പറയാണ്, അത് നിഷേധിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അവന്റെ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവർ, അവന്റെ പ്രവാചകന്മാരെ നിഷേധിക്കുന്നവർ, ലഹും അവർക്കുണ്ട് അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട്. നാളെ ആഖിറത്തിൽ കഠിനമായ ശിക്ഷ അവർക്കുണ്ട്. ഈ ദുനിയാവിലുണ്ടാവും. അവരുടെ മനസ്സിനെ അല്ലാഹു തആല കുടുസാക്കിയിട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടാക്കി.
എന്നിട്ട് പറയാണ് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുണ്ട്. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വഅജ്റുൻ കബീർ, വലിയതായ പ്രതിഫലവുമുണ്ട്. ഈ പറഞ്ഞത് അനുസരിച്ച് അള്ളാഹിന്റെ നിഅമത്തുകളെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു തആല നിഅമത്തുകൾ ആലോചിച്ച് അവന്റെ പ്രവാചകന്മാരെ അനുസരിച്ച് അള്ളാഹ് പറഞ്ഞത് അനുസരിച്ച് അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. വിശ്വാസമൊക്കെ ഉണ്ട്, നിസ്കരിക്കൂല, നോമ്പ് വെക്കൂല, അതല്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ദാനം ചെയ്യൂല, പിശുക്ക് കാണിക്കാൻ അത് പറ്റൂല. വിശ്വസിക്കുകയും വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനത്തെ ആളുകൾക്ക് മനുഷ്യന്മാരാണ്, മലക്കല്ലോ. പലരുമായി എനിക്ക് വീണ്ടും വീണ്ടും പാപങ്ങൾ വരുന്നു ഉസ്താദെ, എന്താണ് ചെയ്യുക? ഞാൻ നന്നാവാൻ വളരെ ആഗ്രഹിക്കും, പാപങ്ങൾ വരുന്നു. ഞാൻ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മലക്കാവാൻ പരിശ്രമിക്കണം. മലക്കാവണ്ട, നമ്മൾ മനുഷ്യരാ. മലക്കൊരിക്കലും ആവണ്ട. മനുഷ്യരാവുമ്പോ നമ്മൾക്ക് എന്തുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചല്ലോ. തീ, വെള്ളം, വായു, മണ്ണ് ഇതൊക്കെ കൊണ്ട് സൃഷ്ടിച്ചാണ്. അപ്പൊ അങ്ങനത്തെ മജ്ജയും രക്തമൊക്കെ ഉണ്ടാവുമ്പോ പലതും തോന്നും. പക്ഷെ അതിന് എതിര് പ്രവർത്തിച്ചുകൊണ്ട് നീ ക്ഷമിച്ച് നീ നീങ്ങുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുണ്ടാവും ഉന്നതമായ സ്വഭാവം. നിങ്ങൾക്ക് അള്ളാഹിന്റെ പദവികൾ ചെയ്യും. പക്ഷെ മനുഷ്യ സഹജമായി തെറ്റു വന്നാൽ തൗബ ചെയ്ത് മടങ്ങണം, പൊറുക്കലിനെ തേടണം. അത് 1000 പ്രാവശ്യം തെറ്റു വന്നാലോ, ഓരോ തെറ്റ് വരുമ്പോഴും ഇനി തെറ്റ് ചെയ്യൂല എന്നതൊരു വിഷയമാണ്. നന്നാണെന്ന് ആഗ്രഹം വേണം, എന്നാണ് തേടും വേണം, വീണ്ടും അവൻ ഉയർത്തി എഴുന്നേൽക്കണം. എന്നിട്ട് വീണ്ടും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കുന്നത് 1000 പ്രാവശ്യം വന്നാൽ ഇപ്രകാരം ഉയർത്തെഴുന്നേൽക്കണം, അള്ളാന്റെ മാർഗത്തിൽ മുന്നേറണം. അപ്പൊ നിനക്ക് എന്താ കിട്ടുന്ന അറിയോ? നിനക്ക് മലക്കുകളെക്കാൾ ഉയർന്ന പദവി കിട്ടും. കാരണം നീ എന്താ ചെയ്യണത്? ഒന്നുകിൽ നീ എന്ത് ചെയ്യുന്നു? തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നു. പാപങ്ങൾ തീരെ ചെയ്യാതെ നഫ്സിനെ ഹബിസിലിട്ട് അതിൽ ക്ഷമിച്ച് നീ അള്ളാന്റെ മാർഗത്തിൽ മുന്നേറുന്നു. അപ്പൊ നിനക്ക് എതിരായ ഇച്ഛകൾ വന്നിട്ട് പോലും നീ അത് പ്രവർത്തിക്കാതെ മുന്നേറാണ്. മലക്കുകൾക്ക് അതിനകത്ത് ഇച്ഛയില്ല. അവർക്ക് പരീക്ഷണമില്ല. നീ ഇങ്ങനെ മുന്നേറുന്നതുകൊണ്ട് നീ മലക്കുകളെക്കാൾ നീ ഉയർന്ന പദവിയിലെത്തി. ഇനി നിനക്ക് തെറ്റ് വന്നുപോയി, ഉടനെ നീ എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണി ചെയ്യുന്നു. തന്റെ ഭാഗത്തു നിന്ന് തെറ്റ് അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കാതെ എന്റെ തെറ്റാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ വഴികേടിലായി പോയല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി, ഇനി ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞാൻ പാത്രീഭൂതനായി പോവല്ലോ എന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടു. അള്ളാഹിന്റെ വഴീതില് അള്ളാഹിനെ പേടിപ്പിച്ചറിയൽ നീ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. എന്നാൽ നീ മനസ്സിലാക്കി തൗബ ചെയ്തു തരുന്നവൻ അള്ളാഹു പുറത്തു തരുന്നവരാണല്ലോ എന്നുള്ള നിനക്ക് ഖേദം മനസ്സിൽ വെച്ചു അള്ളാഹുവിനോട് തേടി പഠിച്ചോനെ തെറ്റ് പറ്റിക്ക് പുറത്താട്ടല്ല, ഇനി ഞാൻ ചെയ്യില്ല റബ്ബ, ഞാൻ അത് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതാണ്. അള്ളാഹുവെ ഞാൻ തന്നെ തവക്കുൽ ചെയ്യുന്നു, എന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു, ഇനി എനിക്ക് പുറത്തുകാട്ടെ, എന്റെ തൗബ കബൂലാക്ക് എന്ന് പറഞ്ഞ് ഖേദിച്ച് പശ്ചാത്തലിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു അത് വലിയ ഇഷ്ടാണെന്നാണ്. ഒന്ന് അവൻ തെറ്റിനെ അവന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി, അള്ളാഹ് അതിനോട് പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കി. അത് അള്ളാഹു സത്യത്തെ അവൻ മനസ്സിലാക്കി, ആ മഅരിഫത്ത് അവൻക്കുണ്ടായി. 2 അള്ളാഹു പുറത്തു തരുന്നവനാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇതൊന്നും മലക്കുകൾക്കില്ലാത്തതാണ്. ഇവൻ ഇതിനെ തിരിച്ചറിഞ്ഞു, എന്നിട്ട് അതിനോട് പരിശ്രമിക്കുകയും ചെയ്തു, അള്ളാഹുവിൽ നിന്ന് അവന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ മലക്കുകളൊക്കെ അറിയും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വല്ലദീന ആമനൂ വഅമിലൂ സ്വാലിഹാത്ത്, നിനക്ക് തെറ്റു വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിയായ മനുഷ്യ, നിനക്ക് പാപം വരുന്നു, തെറ്റ് വന്നു, പിന്നെ വീണ്ടും വീണ്ടും തെറ്റുകൾക്ക് ഞാൻ അടിമപ്പെട്ടു പോകുന്നു, പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് നിർത്തിവെക്കണ്ട. ഞാൻ ഏതായാലും തെറ്റ് ചെയ്തു, ഇനി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, എന്താ കാര്യം? ഞാൻ എന്ത് നോമ്പ് നോക്കാനാണ്? ഞാൻ എന്തിനാണ് ദിക്റിന്റെ സദസ്സിൽ പോയിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇൽമിന്റെ പണ്ഡിതന്മാരുടെ ഇൽമ കേൾക്കാൻ നിൽക്കുന്നത്? ഞാൻ പാപത്തിലാണല്ലോ മുഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നീ എന്ത് ചെയ്യണ്ട, ഈ സൽക്കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ നീ വരല്ലേ. നീ വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. ശരിക്കും മനസ്സിലാക്കണം, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. നിഷേധികൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ടായി. എന്നാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്തുണ്ട് എന്നാ പറഞ്ഞത്? ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്ത്, പാപമോചനം ഉണ്ട്. കണ്ടോ, അപ്പൊ പാപമോചനം ഉണ്ട് എന്ന് വരുമ്പോ തന്നെ ആദ്യം പാപം ഉണ്ടായിട്ടല്ലേ. അപ്പൊ ഇവർക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. വിശ്വസിക്കുകയും സൽപ്രവർത്തനം ചെയ്യുകയും വേണം.
വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ സൽപ്രവർത്തനം ചെയ്യാൻ ഞാൻ പാപിയാണല്ലോ എന്ന് മനസ്സിലാക്കി നിസ്കാരം കഥ ഏതായാലും നിസ്കരിച്ചിട്ട് എന്താണ്, ഏതായാലും ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തത് എന്താ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ മനസ്സിലാക്കുവാൻ അമിലു സ്വാലിഹാത്ത് ഈ സൽക്കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതൊന്നും കിട്ടും, ഈ നരകത്തിലേക്ക് കൊണ്ടുവരും. അതൊക്കെ കാത്തിരക്ഷിക്കുക. അതേ സ്ഥാനത്ത് തെറ്റു വന്നു, ഇനിയും നേരാവണം എന്നുള്ള അഭിലാഷം, അതിയായ ആഗ്രഹം കാരണത്താല് അതുപോലെ അള്ളാഹു പുറത്തുവരുന്നുള്ള ഉന്നതമായ പ്രതീക്ഷ കാരണത്താൽ പൊറുക്കലും തേടുകയും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നോടത്ത് എന്തില്ല, അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് നിർത്തിവെക്കുന്നില്ല, നിസ്കാരം ഫലാഫിനില്ല. കഴിഞ്ഞ പരമാവധി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, മറ്റുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് എൽമിന്റെ സദസ്സിൽ പങ്കെടുക്കൽ അത് നിങ്ങളെ നന്മയിലേക്ക് എത്തും, സ്വർഗത്തിലേക്ക് എത്തും. നല്ല പണ്ഡിതന്മാരെ, കളവ് പറയാത്ത, സത്യം മാത്രം പറയുന്ന, അതുപോലെ തന്നെ തെക്കുവയുള്ള, അതുപോലെ തന്നെ ഉള്ളതുപോലെ പറയുന്ന പണ്ഡിതന്മാർ, അശേഖന്മാർ, ആരിഫീങ്ങൾ, ഇവരൊക്കെ സദസ്സിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കും. അങ്ങനെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് എന്തിന് പാപമോചനം, വജ്റുൻ കബീർ, വജ്റൽ കബീർ, വലിയ പ്രതിഫലവും ഉണ്ട് എന്നുള്ള പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നെ അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയാണ്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന ഫഇന്നല്ലാഹ യുളില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത് ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ. ഇനി വല്ലാതെ വിശദീകരിക്കാതെ ചെറുങ്ങനെ പോകാൻ സമയം കുറച്ചായിട്ടുണ്ട്. നോക്കാം. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. എന്നാൽ തന്റെ ദുഷ്പ്രവൃത്തികൾ അലങ്കൃതമായി തോന്നിപ്പിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ? അഫമൻ സുയ്യിന ലഹു, അപ്പൊ ഒരു വ്യക്തിയുടെ കാര്യമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. സുയ്യിന ലഹു, അവന് അലങ്കൃതമായി കാണിപ്പിക്കപ്പെട്ടു. സൂ അമലിഹി, അവന്റെ ചീത്ത പ്രവർത്തനങ്ങളെ അവന് അലങ്കൃതമായി കാണിക്കപ്പെട്ടു. ഭയങ്കര അലങ്കാരം തോന്നുന്നു. ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭംഗിയായിട്ട് കാണാം, ഭംഗിയായിട്ട് തോന്നുകയാണ്. ഫറആഹു ഹസന, എന്നിട്ട് അവനത് നല്ലതായിട്ട് മനസ്സിലാക്കി, ഇത് നല്ലതന്നെയാണ്. അതായത് ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യേ അള്ളാഹും റസൂലും വിരോധിച്ച കാര്യം ചെയ്യുകയും അത് നല്ലതായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അവന് സ്വന്തമായിട്ട് ഓരോ ദീനുണ്ടാക്കുക, ഓൻ കുറെ കാര്യങ്ങൾ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹും റസൂലും വിരോധിച്ച കാര്യമാണ്, ചോന്റെ അടുത്തത് നല്ലതാണ്, അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവരെ ഫറആഹു ഹസന, അങ്ങനത്തെ ആളുടെ കാര്യമോ? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഇന്നല്ലാഹ യുളില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ. അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചവരെ പിഴപ്പിക്കുന്നു. തീർച്ചയായും അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചവരെ പിഴവിലാക്കുന്നു. വയഹ്ദി മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അത് അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചവരെ പിഴപ്പിക്കുന്നു, അവൻ ഉദ്ദേശിച്ച സന്മാർഗത്തിലാക്കുന്നു. അതിന്റെ കാരണം അവർ തന്നെയാണ്. അവരുടെ ദുഷിച്ച മനസ്സും ദുഷ്പ്രവർത്തനം ദുഷ്ചെയ്തികളും കാരണത്താൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവരെ വഴിവഴവിലാക്കുന്നു. ചിലരുടെ സന്മനസ്സും ചിലരുടെ നല്ല പ്രവർത്തനങ്ങളും കാരണത്താൽ അവർക്ക് അള്ളാഹു എന്ത് ചെയ്യുന്നു? ചില മനസ്സും അവരുടെ സൽഭാവനയും കാരണത്താൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ചിലർ അല്ലാഹു തആല ഹിദായത്തിൽ നോക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇവരുടെ അങ്ങനെ ഈ ദുഷ്പ്രവർത്തനം ചെയ്യുകയും അതൊക്കെ നല്ലതന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഉദാഹരണം അങ്ങനത്തെ മുശ്രിക്കീങ്ങൾ, അവരെന്ത് ചെയ്യുന്നു? അവര് ബിംബങ്ങളെ ആരാധിക്കുന്നു, അവർക്ക് വഴിപാടുകളും നേർച്ചകളും ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ബിംബങ്ങൾക്ക് വേണ്ടി ഒട്ടകങ്ങളെ ബലിയർപ്പിക്കുന്നു. എന്നിട്ട് അവർ മനസ്സിലാക്കി നല്ലൊരു കാര്യങ്ങളാണ് ഞങ്ങളിപ്പോ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ എത്രയോ ഒട്ടകങ്ങളെ എന്ത് ചെയ്തു? ഈ ലാത്തക്കും ഉസ്സക്കും വേണ്ടിയിട്ട് ബലിയർത്തു, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പൊ ഞങ്ങൾ നല്ല കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ സ്വന്തം തിന്മയെ നല്ലതായി തോന്നുന്ന ആളുകളെ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. വല്ലാത്തൊരു വിഷമല്ലേ? അതായത് തിന്മ ചെയ്തിട്ട് ഒരു വിദാത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുക, എന്നിട്ട് അത് നല്ലതാണെന്ന് കൂടി മനസ്സിലാക്കി അതിനിപ്പോ എങ്ങനെ അയാളോട് കൊണ്ടുവരാൻ? ഞാൻ നല്ല മനുഷ്യനല്ലേ, ഞാൻ നല്ലൊരു കൂട്ടക്കാരെ കൂടല്ലേ, ഞാൻ നല്ലൊരു സന്മാർഗത്തിലല്ലേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ സന്മാർഗം കുറച്ചെങ്കിലും പോകൂലേ, ഞങ്ങൾ സത്യത്തിലാണെന്നുള്ള നിലക്ക്. അതാണ് പറയുന്നത്. അപ്പൊ അതിൽ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമുണ്ട്. ഇവരുടെ കാത് വിഷമാണ്. അല്ലാണ്ട് റസൂൽ ശരീരം തന്നെ നശിപ്പിക്കപ്പെട്ടു പോകുമോ? അല്ലാണ്ട് റസൂൽ മനസ്സിനാകെ പ്രയാസത്തിലായി. അല്ലാണ്ട് റസൂൽ ശരീരം തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ആകെ നാശത്തിലായി പോകുമോ എന്നുള്ള നിലക്ക് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. പിന്നെ ഫഇന്നല്ലാഹ യുളില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം ഹസറാത്ത്.
ഫലാ തദ്ഹബു നഫ്സുക അലൈഹിം, അവരുടെ മേൽ നബിയെ തങ്ങളുടെ മനസ്സിനെ നാശാക്കണ്ട, നബിയെ തങ്ങളുടെ നഫ്സിനെ, തങ്ങളുടെ ശരീരത്തെ അവർക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ചു കളയില്ല, അത് നാശത്തിലാക്കല്ലേ, അവർക്ക് വേണ്ടി പ്രയാസപ്പെടില്ല നബിയെ തങ്ങള്. ഹസറാത്ത്, വിഷമം കാരണത്താൽ, ഈ പ്രവൃത്തി കാരണത്താലുള്ള വിഷമത്താൽ അവരുടെ മേൽ നബിയെ തങ്ങളുടെ നഫ്സിനെ എന്ത് ചെയ്യണ്ട, നാശത്തിലാക്കി പോകരുത്. അതായത് ആ പ്രയാസപ്പെടുത്തി പോകേണ്ട തന്റെ നഫ്സിനെ, അല്ലെങ്കിൽ മനസ്സിലാകെ വിഷമം കൊണ്ടുവന്ന് ആകെ നാശത്തിലാക്കേണ്ട മനസ്സിനെ എന്ന് പറയണം അല്ലാഹു തആല. എന്നിട്ട് പറയണം ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഊൻ, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ തീർച്ചയായും അല്ലാഹു തആല അറിയുന്നവനാണ് നബിയെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹുക്ക് അറിയാം, അവരുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയാം. പിന്നെ അല്ലാഹു പറയണം പിന്നെ അല്ലാഹു തആല അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കും അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിലേക്കും ശ്രദ്ധ ചെലുത്തുകയാണ്. വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലിക നുശൂർ. വല്ലാഹുല്ലദീ, അല്ലാഹു തആല അല്ലദീ അർസല റിയാഹ, അവനാണ് കാറ്റുകളെ അയക്കുന്നവൻ അള്ളാഹുവാണ്. ഒരു ഭാഗത്ത് കാറ്റിനെ, മഴയെ പോലെ ഈ മേഘങ്ങളെ നീക്കാനൊക്കെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞ യഥാർത്ഥത്തിൽ ഇവരല്ല, ഇവർ മാധ്യമങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ കാറ്റുകൾ അയക്കുന്നവൻ ആരാണ്? അള്ളാഹ്ണെന്ന് പറയാം കേട്ടാ. അതാണ് പറയുന്നത്. ഇവിടേക്കാണ് ജനങ്ങളെ ശ്രമിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. ഇതൊക്കെ മാധ്യമങ്ങളാണ്, ഇവർ മലക്കുകളെന്നോ ഏൽപ്പിച്ചുകൊണ്ടെന്ന് വിശ്വസിക്കുകയും ഇത് യഥാർത്ഥത്തിൽ നടത്തുന്നവർ അല്ലാഹുവാണ്. അല്ലാഹു തആല കൽപ്പനയ്ക്ക് വഴിപ്പെടുക എന്നത് മാത്രമേ ഇവർക്കുള്ളൂ. ഇവർ അല്ലാഹു തആലയുടെ അടിമകളാണ്, സൃഷ്ടികളാണ്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് ഇവർ വഴിപ്പെടും. അല്ലാഹു ഹുക്കം ചെയ്താൽ ഉടനെ അവർ വഴിപ്പെടും. അത് ഏത് മാധ്യമങ്ങളും അങ്ങനെ, അത്രേ ഉള്ളൂ. വല്ലാഹുല്ലദീ അർസല റിയാഹ, അല്ലാഹുവാണ് കാറ്റുകൾ അയക്കുന്നവൻ. ഫതുസീറു സഹാബൻ, അവൻ എന്ത് ചെയ്യുന്നു, ഈ സഹാബൻ, ഈ കാർമേഘങ്ങളെ അവരെന്ത് ചെയ്യുന്നു, ചലിപ്പിച്ചു കൊണ്ടുപോകുന്നു. കാർമേഘങ്ങൾ എന്ത് ചെയ്യുന്നു, തെളിച്ചു കൊണ്ടുപോകുന്നു. ഫതുസീറു സഹാബൻ, കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ ഒരു രാജ്യത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് അവരെന്ത് ചെയ്യുന്നു, അതുകൊണ്ട് നനയ്ക്കുന്നു, മഴ വർഷിപ്പിക്കുന്നു. അതാണ് അല്ലാഹുവാണ് കാറ്റുകളെ അയച്ചവൻ, കാറ്റുകളെ അയക്കുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ അവ മേഘത്തെ ഇളക്കി വിടുന്നു. തുസീറു എന്ന് പറഞ്ഞാൽ ഇളക്കി വിടുന്നതിനാ പറയാം. കാറ്റുകൾ എന്ത് ചെയ്യുന്നു, മേഘത്തെ ഇളക്കി വിടുന്നു. എന്നിട്ട് ആ മേഘത്തെ നിർജീവമായ നാട്ടിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുന്നു എന്നല്ല പറയാം. ഫസുഖ്നാഹു, നാം തെളിച്ചു കൊണ്ടുപോകുന്നു അല്ല പറയാം. മനസ്സിലാവും. തെളിച്ചു കൊണ്ടുപോകുന്നു അല്ലാഹു. ഇവിടെ അതേ പ്രയോഗം. ഫസുഖ്നാഹു, അല്ലാഹു തആല തെളിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ബലദിൻ മയ്യിത്ത്, നിർജീവമായ രാജ്യത്തിലേക്ക്. മനസ്സിലാവും. ഫതുസീറു സഹാബൻ, എന്നിട്ട് ഈ കാറ്റ് എന്ത് ചെയ്യുന്നു, ഇളക്കി വിടുന്നു കാർമേഘങ്ങളെ. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, നിർജീവമായ ഒരു നാട്ടിലേക്ക് അത് മുഖേന അല്ലാഹു തആല എന്ത് ചെയ്യാണ്, പിന്നീട് ആ നിർജീവമായിട്ടുള്ള ആ നാടിനെ ഇതിനുശേഷം അല്ലാഹു സജീവമാക്കുകയും ചെയ്യും. നിർജീവമായ നാട്ടിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോകുന്നു. അത് മുഖേന ഭൂമിയെ നിർജീവാവസ്ഥയ്ക്ക് ശേഷവും നാം സജീവമാക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അതാണ് പറയുന്നത്. അല്ലാഹു തആലയുടെ പ്രവർത്തനമാണ് നിർജീവമായ ഭൂമിയെ അത് വീണ്ടും ജീവസുറ്റതാക്കി മാറ്റണം. നിർജീവമായ ഭൂമി എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ട് ഒന്നുമില്ലാത്ത, വെള്ളമില്ല, പുല്ലില്ല, ലതാദികളില്ല, മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, അങ്ങനെ നിർജീവമായ ഭൂമി ജീവസില്ലാത്തതായി. അതിന് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, കാറ്റുകൾ ഇളക്കി വിട്ട് മേഘങ്ങളെ കൊണ്ടുപോയി അവിടെ മഴ വർഷിപ്പിച്ചു. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, സജീവാക്കി, ജീവസുള്ളതാക്കി മാറ്റി. ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമി അതിന്റെ മരണത്തിനു ശേഷം ആ ഭൂമിയെ നാം എന്ത് ചെയ്യുന്നു, ഇത് മുഖേന ഫഅഹ്യൈനാ, നാം ജീവിപ്പിക്കുന്നു, സജീവമാക്കുന്നു. ബിഹി, ഇത് മുഖേന, ഈ മഴ മുഖേന, ഈ കാർമേഘങ്ങൾ കൊണ്ടുപോയ പ്രവർത്തനം മുഖേന സജീവമാക്കുന്നു.
കദാലിക നുശൂർ, അപ്രകാരം തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. നാളെ എല്ലാ മനുഷ്യരും ജന്തു ജീവജാലവും മരണപ്പെട്ടതിന് ശേഷം നാളെ മഹ്ശറിൽ ഇനിയും ജീവിപ്പിക്കുക എന്താ പറയണം. ആ ജീവിപ്പിക്കൽ ഇതുപോലെ തന്നെയാണ്. ഈ നിർജീവമായ ഭൂമിയെ നാം ജീവിപ്പിച്ചില്ലേ, ഇതേപോലെ നിങ്ങളൊക്കെ ഇനിയും നാളെ മരണശേഷം ഖിയാമത്ത് നാൾക്ക് ശേഷം വീണ്ടും അള്ളാഹു ജീവിപ്പിക്കൂ എന്ന് അല്ലാഹു തആല പറയുന്നത്. മനസ്സിലായോ? ഇനി നോക്കാം. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ഈ ആളുകൾ ഈ അള്ളാഹനെ മറന്നു കൊടുത്തിട്ട് പിന്നാലെ പോണ ഈ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഈ ദുനിയാവിന്റെ പിന്നാലെ പോണ എന്തിനാണ്? അഭിമാനം ലഭിക്കാൻ. അതെ, നമുക്ക് ഈ ദുനിയാവിൽ ഒരു ആൾക്കാരുടെ മുന്നിൽ അഭിമാനം ലഭിക്കും. അല്ല പറയാൻ എന്നിട്ട് മൻ കാന യുരീദുൽ ഇസ്സത, ആർക്കെങ്കിലും അഭിമാനം ആവശ്യമുണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, എല്ലാ അഭിമാനവും പ്രതാപവും അള്ളാഹ്ക്കാവുള്ളത്. അള്ളാഹുവിന്റെ അധീനതയിലാണുള്ളത്. അള്ളാഹ്ക്കാണ് എല്ലാ അഭിമാനം ഉള്ളത്. അപ്പൊ അഭിമാനമൊക്കെ അള്ളാഹിന്റെ അധീനതയിലാണ്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു, നല്ലതായ വചനങ്ങൾ അവരിലേക്ക് കയറിപ്പോകും. അതായത് ദിക്റുകള്, സ്വലാത്തുകള്, നല്ല നല്ല വചനങ്ങൾ നമ്മൾ ചൊല്ലുന്ന നല്ല നല്ല വചനങ്ങളൊക്കെ അവരിലേക്ക് കയറി പോകുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു, നല്ല സൽക്കർമ്മങ്ങളെ, നല്ല പ്രവർത്തനങ്ങളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? അവൻ ഉയർത്തുകയും ചെയ്യുന്നു. അതിനെ അള്ളാഹു തആല ഉയർത്തുകയും ചെയ്യുന്നു. വല്ലദീന യംകുറൂന സയ്യിആതി ലഹും അദാബുൻ ശദീദ്. ഇനി ആരെങ്കിലും എന്താ പറയാ മോശമായിട്ടുള്ള വഞ്ചന ചെയ്യുകയാണെങ്കിൽ അവർക്ക് കഠിനമായുള്ള ശിക്ഷ അവർക്കുണ്ട്. ആർക്കെങ്കിലും ആരെങ്കിലും എന്ത് ചെയ്യാണ്? ദുഷിച്ച തന്ത്രങ്ങൾ ആരെങ്കിലും പ്രയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെതിരെ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെതിരെ ആയിക്കൊണ്ടും മറ്റും ദുഷിച്ചതായിട്ടുള്ള തന്ത്രങ്ങൾ ആരെങ്കിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്യുകയാണ്. വമക്രു ഉലൈക ഹുവ യബൂർ, ഈ ഇവരുടെ ഈ തന്ത്രങ്ങൾ ഉണ്ടല്ലോ, ഈ തന്ത്രങ്ങളെല്ലാം യബൂർ, അത് നശിച്ചു പോകുന്നത്. ഇവരുടെ തന്ത്രങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഇവരിനി അള്ളാഹുവിനും അവന്റെ ദീനിനും അവന്റെ റസൂലിനും എതിരെ എന്ത് തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതെല്ലാം നശിക്കാനുള്ളതാണ്, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. അടുത്ത ആയത്ത് വല്ലാഹു ഖലഖകും മിൻ, പിന്നിൻ സൃഷ്ടിപ്പിനെ പറ്റി പറയാണ്. വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജാ വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമിഹി വമാ യുഅമ്മറു മിൻ മുഅമ്മരിൻ വലാ യുൻഖസു മിൻ ഉമരിഹി ഇല്ലാ ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല നിങ്ങൾ സൃഷ്ടിച്ചു മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുക, നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയാം. അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതായത് മണ്ണ് കൊണ്ട് കളിമണ്ണിൽ നിന്നാണല്ലോ മനസ്സിലായി മുട്ടിയാൽ ശബ്ദം വരുന്ന ആ മണ്ണിൽ സൃഷ്ടിച്ചു. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് നിങ്ങളെ എന്ത് ചെയ്തു? ബീജകണത്തിൽ നിന്നും സൃഷ്ടിച്ചു. പിന്നെ അതിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം പിന്നെ വരുന്നതൊക്കെ ഈ ബീജകണത്തിൽ ഈ മണ്ണിന്റെ അതിന്റെ എല്ലാ ഇതും അതിലുണ്ട്. സുമ്മ മിൻ, അല്ലാഹു എത്ര രസകരമായിട്ട് വിവരിക്കണം സൃഷ്ടിക്കും. സുമ്മ മിൻ നുത്ഫത്തിൻ വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ, അല്ലാഹു തആല നിങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നീട് നിങ്ങളെ ഈ ബീജകണത്തിൽ നിന്നും സൃഷ്ടിച്ചു. ആ ആദം നബിയുടെ ശരീരത്തെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ അതില് നമ്മളുണ്ട് അല്ലേ? നമ്മളൊക്കെ ഒരു അംശമായിട്ട് നമ്മളൊക്കെ ഉണ്ടത്. കാരണം ആ മണ്ണിന്റെ അംശമാണ് പിന്നെ ഇന്ദ്രിയത്തിലൂടെ മാറി 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 ഇങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ വന്നത്. എന്നിട്ടോ സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ബീജഗണത്തിൽ നിന്നും സുമ്മ ജഅലകും അസ്വാജ, പിന്നീട് നിങ്ങളെ നാം ഇണകളാക്കി മാറ്റി. പിന്നീട് എന്ത് ചെയ്തു? ഇണകളാക്കി മാറ്റി നിങ്ങൾ. സുമ്മ ജഅലകും, പിന്നീട് നിങ്ങളെ എന്ത് ചെയ്തു? ആക്കി മാറ്റി. അസ്വാജ, പരസ്പരം ഇണകളാക്കി മാറ്റി. വമാ തഹ്മിലു മിൻ ഉൻസാ, ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല. വലാ തലഉ, അവൾ പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമിഹി, അവന്റെ ഇൽമു കൊണ്ടല്ലാതെ. അല്ലാഹു തആലാന്റെ മുൻകൂട്ടിയുള്ള വിവരം, അല്ലാഹു തആലാന്റെ അറിവില്ലാതെ ഇവിടെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല, ഒരു സ്ത്രീ പ്രസവിക്കുന്നില്ല. ഓരോ സ്ത്രീകളും ഇവിടെ ഗർഭം ധരിക്കുന്നത് ഏത് കുഞ്ഞിനെയാണ് ഗർഭം ധരിക്കേണ്ടത്, അള്ളാൻ ഏത് സൃഷ്ടിയെ ഗർഭം ധരിക്കുന്നു, ഇതൊക്കെ അള്ളാന്റെ അറിവുണ്ട്. ഏത് ഉമ്മയിലൂടെ, ഏത് ഉമ്മയുടെ ഗർഭാശയത്തിലാണ് ആരെല്ലാം വരേണ്ടത് അള്ളാന്റെ അറിവും ഇറാദത്തും കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോ പ്രസവിക്കണം, എങ്ങനെ പ്രസവിക്കണം, അത് സിസേറിയൻ ആയാലും ശരി, അല്ലാത്തതായാലും ശരി,
എങ്ങനെ പ്രസവിക്കണം അള്ളാന്റെ തീരുമാനം. അതിൽ വിഷമിക്കണ്ട. സിസേറിയനാണ് ഡോക്ടർ പറഞ്ഞത്, വിഷമിക്കൊന്നും വേണ്ട. അള്ളാന്റെ തീരുമാനമാണെങ്കിൽ എനിക്കും സന്തോഷം. അത്രേ പറഞ്ഞു. അള്ളാന്റെ അറിവില്ലാതെ ഇവിടെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നുമില്ല, പ്രസവിക്കുന്നുമില്ല. ഒരു ദീർഘായുസ് ലഭിച്ച വ്യക്തിയും അവന് ദീർഘായുസ് ലഭിക്കുന്നില്ല. ദീർഘിച്ച ആയുസ് ലഭിച്ചവർക്ക് ദീർഘായുസ് ലഭിക്കുന്നില്ല. ആ ഒരു വ്യക്തിയിൽ നിന്നും വയസ്സ് കുറയുന്നുമില്ല. ഇല്ലാ ഫീ കിതാബ്, അത് വ്യക്തമായിട്ടുള്ള കിതാബിൽ ഗ്രന്ഥത്തിൽ ഇല്ലാതെ കണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ലാത്തതായി ഒരു വസ്തു ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് അള്ളാഹിന്റെ ഇൽമിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതൊക്കെ ലൗഹിൽ അള്ളാഹു തആല എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് വയസ്സ് കുറയുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുറെ കാലം ജീവിക്കണം, ആരോഗ്യവാന്മാരായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. പക്ഷെ ഇത് പറയും, അകാല മരണം സംഭവിച്ചു. അവരെത്രയോ കാലം ജീവിക്കേണ്ട ആരോഗ്യവാന്മാരായിരുന്നു. ഉരുൾപൊട്ടൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, പ്രകൃതിക്ഷോഭം വന്നു, ഭൂകമ്പങ്ങൾ വന്നു, അവരങ്ങനെ നശിച്ചുപോയി, അവർ മരിച്ചുപോയി. അവർ യഥാർത്ഥ മരണം സംഭവിക്കുന്നതിന് മുന്നേ മരിച്ചുപോയി. അല്ലെ? അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സംബന്ധിച്ചും ആക്സിഡന്റുകളെ സംബന്ധിച്ചും ഒക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. പറയാൻ പാടില്ല. അത് എല്ലാ സത്യം, അത് തെറ്റാണ്. അത് തെറ്റായ വിശ്വാസം. ഒരാൾക്ക് അത് എത്ര ആരോഗ്യവാനാവട്ടെ, ഈ ദുരന്തമൊന്നും ഇല്ലാതെ ആരോഗ്യവാന്മാർ പെട്ടെന്ന് കൊഴിഞ്ഞു കൊണ്ട് മരിക്കുന്നത്. ഓരോരുത്തരും സമയത്തുമ്പോഴേ മരിച്ചിട്ടുള്ളൂ. ഉരുൾപൊട്ടൽ കൊണ്ട് മരിച്ചതല്ല, അവരുടെ സമയം അയക്കണ്. അതിന് കാരണം ഉരുൾപൊട്ടലായി എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ നാടിനെ മൊത്തം അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സമയമായിട്ടേ മരിച്ചിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ ഒരാളുടെ ആയുസ് കുറയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു തആലാന്റെ മുൻകൂട്ടി തീരുമാനമില്ലാതെ, അള്ളാഹിന്റെ ഇൽമിലില്ലാതെ, അള്ളാഹിന്റെ അറിവിലില്ലാതെ എന്തായിട്ടില്ല, അത് സംഭവിച്ചിട്ടില്ല. ഖൈറുമാവും ഷർറുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുൻകൂട്ടി തീരുമാനപ്രകാരമാണെന്ന് പറഞ്ഞത് ഷെറിനെ സൃഷ്ടിക്കുന്നത് എന്താ പറയാ, അള്ളാഹ് അങ്ങോട്ട് ഷെറാക്കിയതാണ് എന്നുള്ള അറിവല്ലത്. ഈ മുഖദ്ദറുകളാണ്. അള്ളാന്റെ അറിവിലുണ്ട് എല്ലാം. അത് പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ അല്ലാഹു തആലാന്റെ അറിവില്ലാതൊന്നും സംഭവിച്ചിട്ടില്ല. അത് വയസ്സ് കുറയുന്നതായാലും അപകടങ്ങളായാലും എല്ലാം പാപങ്ങളായി വരുന്നതെല്ലാം നിന്റെ ഭാഗത്ത് നിന്ന്, നഫ്സിന്റെ ഭാഗത്ത് നിന്നാണ്. അതപ്പോൾ പരിശുദ്ധ കൂടാതെ ഞാനിതിന് മുന്നോടി. എന്നാൽ അള്ളാഹു പറഞ്ഞ പരീക്ഷണങ്ങൾ വേറെ വരാണ്ട്. ആ ഷെറ് എന്ന് പറയുന്ന പരീക്ഷണങ്ങൾ, അതായത് അവിടെ ഷെറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപങ്ങളല്ല. എല്ലാ ഷെറും പാപമല്ല. അവിടെ പാപങ്ങളെ കൊണ്ടല്ല ഉദ്ദേശിച്ചത്. ഷെറ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദോഷകരമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ അത് നമുക്ക്, അള്ളാഹിന്റെ അടുക്കൽ അത് നന്മയായിരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് ദോഷകരമായി തോന്നും. ഷെറ് എന്ന് പറഞ്ഞ ദോഷകരം, ഉപദ്രവം ചെയ്യുന്ന, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതും അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ക്ഷമിച്ചോളൂ. അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലമുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ സവാബ് സ്വർഗത്തിൽ നൽകാനായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ അതിനേക്കാൾ നല്ലത് നൽകാനായിരിക്കും. എന്നാൽ വേറെ ഷെറുണ്ട്, നമ്മുടെ പാപങ്ങൾ. ആ പാപങ്ങൾ ആകുന്ന ഷെറ്, ആ ഷെറ് നമ്മൾ കാരണത്താൽ ഉണ്ടായതാണ്. പക്ഷെ അതിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്, നമ്മളല്ല. ഈ രണ്ടും വക തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ അറിയാൻ ഒരു മുറബിയായ ഷെയ്ഖുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുക. അതിന് ഏറ്റവും നല്ലത് മുറബിയായ യഥാർത്ഥ കാമിലും മുറബിയുമായ ഷെയ്ഖുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ. ഉദാഹരണമായിട്ട് നമ്മുടെ ഷെയ്ഖായ നൂറിഷ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറിഷ ജീലാനി റളിയല്ലാഹു തആല, അവരുടെ ജാനശീന്മാരും അവരുടെ ഖുലഫാക്കൾ, ഇവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറ്റും ശരിയും മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ അടുക്കൽ വരാണെങ്കിൽ ഞാനും അതിനെ ഹിദ്മത്ത് എന്താണ് ശരിക്കും ഓരോന്നിന്റെയും ശരിയായ വശം പറഞ്ഞു. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സഹവസിച്ചിട്ട് പഠിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹു തആല പറയുന്നത് ഒരാളുടെയും വയസ്സ് കുറയുന്നില്ല. ഒരാളുടെ വയസ്സ് കൂടിയുണ്ടെങ്കിൽ ഓരോ മൾട്ടിക്കൊക്കെ പോയിട്ട് ആയുസ് കൂടിയതാണ്, അല്ലെങ്കിൽ ഒരു ഇന്നാലിന്റെ ഡോക്ടറേറ്റ് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പച്ചക്കറി മാത്രം നിന്ന് കൂടിയതാണ്, അല്ലെങ്കിൽ ഓരോ ആരോഗ്യം കൊണ്ടും ഓരോ പ്രവർത്തനം കൊണ്ടും ഒരു ആയുസ് കൂടിയാണ്. അങ്ങനെയല്ല. ആയുസ് അവൻ അല്ലാഹു തആല കൂട്ടിയിട്ടല്ലാതെ കൂടിയിട്ടില്ല. അതിനുള്ള കാരണങ്ങളും അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ചിലപ്പോ അങ്ങനെയുള്ള കാരണങ്ങൾ നടക്കുന്ന ആൾക്കാർ അല്ലെ കണ്ടിട്ടില്ലേ, നല്ല സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കൊളസ്ട്രോൾ വരുന്നത്. സൂക്ഷിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അറ്റാക്ക് ആയിട്ട് മരിക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കണം. ആരോഗ്യത്തിന് കുറവുണ്ടായിരിക്കുന്നു. സമയമായി എത്ര മരണം എന്നുള്ളത് സമയമായാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ അത് നിന്റെ ചില കാരണങ്ങളെ കൊണ്ടുവരും, ചിലത് അല്ലാതെ പരീക്ഷണങ്ങളായിട്ടുണ്ട്. ഇത് രണ്ടും വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ശരി. അപ്പൊ അല്ലാഹ് പറയാണ് എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ലാതെ ഒന്നും ഇവിടെ ഒരാളുടെ ആയുസ് കൂടുന്നില്ല, കുറയുന്നു.
അതായത് അള്ളാഹുന്റെ അറിവിലില്ലാതെ ഇല്ല ഒരു സംഭവം ഇവിടെ നടക്കില്ല. എന്നിട്ട് പറയണേ ഇന്നദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന്റെ മേൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ യസീറ. അള്ളാഹ്ക്ക് വളരെ എളുപ്പമായ കാര്യമാണ്. ഒരു വിഷയമുള്ള കാര്യം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതും നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതൊന്നും ഒന്നൊരു അള്ളാഹ്ക്ക് അതൊക്കെ വളരെ എളുപ്പമായ കാര്യം, അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അടുത്ത ആയത്തിലുള്ള അല്ലാഹു തആല രണ്ടോ മൂന്നോ ആയത്ത് കൂടി പറഞ്ഞാൽ അള്ളാഹിനെ പറ്റിയിട്ടല്ല സംബന്ധിച്ചത് നല്ലത്, ഈമാൻ വർദ്ധിക്കാൻ നല്ലത്, പിന്നെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون وما يستوي البحران. രണ്ട് സമുദ്രങ്ങൾ ഒരിക്കലും സമമാവുകയില്ല. രണ്ട് സമുദ്രങ്ങൾ സമമാവുക. ഏത് സമുദ്രങ്ങൾ? ഹാദാ അദുബുൻ ഫുറാത്തുൻ, ഇത് എന്തുണ്ട്? ഇത് അദുബുൻ ഫുറാത്താണിത്. ഹാദാ അദുബുൻ ഫുറാത്തുൻ, ഇത് ശുദ്ധമായിട്ടുള്ള ഹൃദ്യമായ ജലമാണ്. ഹൃദ്യമായ ശുദ്ധമായ ജലമാണ് ഇത്. അത് പറയാൻ രണ്ട് സമുദ്രങ്ങൾ. ഒന്ന് എന്താണ്? അദ്ബുൻ ഫുറാത്ത്, ഹൃദ്യമായ ശുദ്ധജലം. രണ്ടെന്താണ്? സാഹിറുൻ ഷറാബുഹു, അത് സാഹിറുൻ ഷറാബുഹു, അത് സുഖകരമായ, കുടിക്കാൻ സുഖകരമായതുമാണ്. വഹാദാ മിൽഹുൻ ഉജാജ്, മറ്റൊന്നെന്താണ്? ഉപ്പ് രസമുള്ള വെള്ളം. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു വമാ യസ്തവിൽ ബഹറാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സാഖിഉൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. രണ്ട് സമുദ്രങ്ങൾ സമമാവുകയില്ല. ഒന്ന് ഹൃദ്യമായ ശുദ്ധജലം, സുഖകരമായ പാനീയം, കുടിക്കാൻ സുഖകരമായത്. രണ്ട് വഹാദാ മിൽഹുൻ ഉജാജ്, കയ്പേറിയ ഉപ്പുരസമുള്ളത്. ഉജാജ് എന്ന് പറഞ്ഞാൽ കയ്പേറിയത്. എന്നാൽ ഈ രണ്ടിൽ നിന്നും, ഈ എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്തുണ്ട്? നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംസം നിങ്ങൾ തിന്നുന്നുണ്ട്, അല്ലെ? അതായത് ഇപ്പൊ നമ്മൾ പുഴയിലത്തെ വെള്ളം ഉപ്പുണ്ടാവില്ല, കായലുകളിലെ വെള്ളം ഉപ്പുണ്ടാവില്ല, എന്നാലോ സമുദ്രത്തിലെ വെള്ളം ഉപ്പുണ്ടാവും. എന്നാൽ നമ്മൾ പുഴമീനുണ്ടല്ലോ, നല്ല പുതിയ മാംസം കിട്ടില്ലേ? അതേതാണ് കടലിൽ നിന്ന് കടൽ മീൻ കിട്ടില്ലേ? അതാണ് പറയുന്നത്. രണ്ടിൽ നിന്നും നിങ്ങൾക്ക് എന്തുണ്ട്? ഒന്ന് ഉപ്പുണ്ടേച്ചിട്ട് അതിൽ നിന്നുള്ള മാംസം എന്തില്ല? ഭക്ഷിക്കാൻ പറ്റാത്തതല്ല. ചിന്തിക്കാൻ ദൃഷ്ടാന്തമാണ്. ഉപ്പില്ലാച്ചിട്ടും ഭക്ഷിക്കാൻ പറ്റാത്തതല്ല. നല്ല പുതിയ മാംസം നിങ്ങൾ പുതിയ മാംസം നിങ്ങൾ അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും ഭക്ഷിക്കുന്നു. എന്നിട്ടോ അല്ലാഹു തആല അതിൽ നിന്നും പുറപ്പെടുവിക്കുന്നു, സമുദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു ഹല്യത്തിൻ ആഭരണത്തെ തൽബസൂനഹ, അതിനെ നിങ്ങൾ ധരിക്കുന്നു. നിങ്ങൾ ധരിക്കുന്ന ആഭരണത്തെയും അല്ലാഹു തആല കടലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു, പുറപ്പെടുവിക്കുന്നു. ഏതൊക്കെയാണത്? നല്ല രത്നങ്ങള്, വൈഡൂര്യങ്ങള്, അല്ലെ? സമുദ്രത്തിന്റെ ആഴിയിൽ നിന്നുള്ള രത്നങ്ങളും മുത്തുകളൊക്കെ കിട്ടുന്നു. മുത്തുകളും രത്നങ്ങളും എവിടുന്നാ വരുന്നത്? സമുദ്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാണ്. അല്ലാഹു പറയാണത്. അല്ലാഹു പറയാണ് സമുദ്രത്തിൽ നിന്നും എന്തെല്ലാം നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണത്തെ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള മത്സ്യങ്ങളെ അതിൽ നിന്നും എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടുന്നു, ഇറച്ചി കിട്ടുന്നു, മാംസം കിട്ടുന്നു. ഏതിൽ നിന്ന്? തണുത്ത വെള്ളത്തിൽ നിന്നും, അല്ല മറ്റേ നല്ല ഹൃദ്യമായ ശുദ്ധജലത്തിൽ നിന്നും ഉണ്ട്. അതുപോലെ തന്നെ നല്ല കൈപ്പേറിയ ഉപ്പുള്ള ജലത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതൊക്കെ അല്ലാഹു തആല നൽകുന്നുണ്ട്. അതിന് പറയണ സമുദ്രത്തിൽ നിങ്ങൾ സമുദ്രത്തിൽ കപ്പലുകളെ കാണുന്നില്ലയോ? ഫീഹി, അതിൽ കപ്പലുകളെ കാണുന്നില്ലയോ സമുദ്രത്തിൽ? മവാഖിറ, ആ കപ്പലുകൾ എന്ത് ചെയ്യുന്നു? കീറി മുറിച്ചു പോകുന്നു. ലിതബ്തഗൂ മിൻ ഫളിഹി, അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട്, അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും
അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ കപ്പലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം അല്ലാഹു തആല നൽകുന്നത് വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ അവനെ നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സമുദ്രത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല വിവരിച്ചിട്ട് പറയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല നല്ല മത്സ്യങ്ങൾ ലഭിക്കുന്നത് അല്ലേ? അതാണ് മനസ്സിലാവുന്നത്. അതിൽ നിന്ന് നല്ല പുതിയ മാംസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കപ്പലുകളെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അതിനെ തേടിക്കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്തു കൊണ്ടുപോകുന്നു. നിങ്ങൾ സമുദ്രത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ധരിക്കാനുള്ള രത്നവും മുത്തും ഒക്കെ ലഭിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. ഇതൊക്കെ അള്ളാഹ് നൽകിയത് ഇങ്ങനെ സംവിധാനിച്ചവൻ അള്ളാഹുവാണ്. അത് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്താവും? നമുക്ക് എതിരായി മാറാൻ സാധിക്കും. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഇതൊക്കെ നടക്കുള്ളൂ. പിന്നീട് അല്ലാഹു തആല പറയാണ്, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. യൂലിജുൽ ലൈല ഫിന്നഹാർ, പകലിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല രാവിനെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു. രാവിനെ, രാത്രിയെ എന്ത് ചെയ്യുന്നു? യൂലിജുൽ ലൈല ഫിന്നഹാർ, പകലിൽ അവൻ രാത്രി പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ, പകലിനെ പ്രവേശിപ്പിക്കുന്നു. ഫില്ലൈൽ, രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പകലിനെ എന്ത് ചെയ്യുന്നു? പകലിനെ രാവിലും അവൻ പ്രവേശിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ അല്ലാഹ് ചെയ്യണേന്ന്. വസഖറ ശംസ വൽ ഖമറ, അതായത് ഭൂമി കറങ്ങുന്നതുകൊണ്ടാണല്ലോ, ഭ്രമണം കൊണ്ടാണല്ലോ, ഉപക്രമണം കൊണ്ടാണല്ലോ. അതേ ഭ്രമണത്തെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, ഉപക്രമണത്തെ സൃഷ്ടിച്ചവൻ. അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലാഹ് അങ്ങനെ സംവിധാനിച്ചത്. അത് ഒറ്റവാക്കി പറഞ്ഞതാ. വസഖറ ശംസ വൽ ഖമറ, ആ ചന്ദ്രനെയും സൂര്യനെയും അധീനപ്പെടുത്തിയവൻ, അവന്റെ നിയമത്തിന് കീഴിലാക്കി നടത്തും. കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മാ, എല്ലാതും അതൊരു നിശ്ചിതമായ സമയം വരെ, അള്ളാന്റെ അടുക്കൽ അറിയപ്പെട്ട നിശ്ചിതമായ ഒരു സമയം വരെ ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പിന്നെ പറയും, അല്ലല്ല, സൂര്യന്റെ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് ഉപക്രമണം കൊണ്ടാണ് ഈ രാത്രിയും പകലൊക്കെ ഉണ്ടാണ്, സൂര്യനും ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ പറയാൻ ഉത്തരം പറയാൻ ഇതിനൊക്കെ സംവിധാനിച്ച അവനാണ്. അവന്റെ നിയമത്തിന് വിധേയമായിട്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ചലിച്ചുകൊണ്ട് നിശ്ചിതമായ പരിധിയിലാണ് അവ ചലിക്കുന്നത്. നിശ്ചിതമായ സമയം വരെ അത് ചലിക്കുള്ളൂ. അല്ല, അത് അതിന്റെ തോന്നിയാവാസത്തിൽ ചലിക്കാൻ പറ്റൂല. സൂര്യന് ഇഷ്ടമായി ചലിക്കാൻ പറ്റൂല. ഭൂമിക്ക് ഭൂമിന്റെ ഇഷ്ടത്തിന് ചലിക്കാനും പറ്റൂല. അതെല്ലാം അതിന്റെ ക്ഷീരപഥങ്ങളിലൂടെ, നിശ്ചിതമായ ഭ്രമണപഥങ്ങളിലൂടെ മാത്രമാണ് ഇവ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപകടങ്ങൾ വരില്ലേ? അല്ല, മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ വന്നിങ്ങനെ കൂട്ടിമുട്ടി താറുമാറാവൂലേ? അപ്പൊ ഇത് എങ്ങനെയാണ്? അതൊക്കെ സ്വയം അങ്ങനെ തീരുമാനിച്ചതാണ്. ഭൂമിയും ഗ്രഹങ്ങളൊക്കെ സ്വയമാണ് തീരുമാനിച്ചാണ് ഇങ്ങനെയുള്ള ഭ്രമണപഥം ഉണ്ടാവണം. എന്റെ ഭ്രമണപഥം അത്, എന്റെ ഭ്രമണപഥം അത് അല്ല. അതൊക്കെ മണ്ഡൂസത്രം പറയണം. അങ്ങനെ എത്ര സൗകര്യങ്ങൾ, എല്ലാത്തിലും ഇത്ര കൃത്യമായിട്ടുള്ള ക്ഷീരപഥങ്ങളും ഭ്രമണപഥങ്ങളും അതിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. ഒന്നിനെ കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ തന്നെ മനസ്സിലായിട്ടില്ല ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട്. ഇതാണ് അല്ലാഹ് പറയുന്നത്, വസഖറ ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മാ. എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൃത്യമായുള്ള സമയം വരെ അതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും. റബ്ബുക്കും, എന്നിട്ട് പറയാണ്, അങ്ങനെയാണ് നിങ്ങളെ റബ്ബ്. ഇങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് നിങ്ങളെ റബ്ബ്. ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാ ഉടമാവകാശം. നിങ്ങൾക്കല്ല ഉടമാവകാശമൊക്കെ ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാത്തിന്റെ ഉടമാവകാശം. കാരണം അവരാണ് ഇതെല്ലാം സൃഷ്ടിച്ച് ചലിപ്പിച്ച് എന്റെ കാര്യങ്ങളിനെ മട്ടം പോലെ ഇവിടുത്തെ സൃഷ്ടി ചരാചരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുന്നത്, തടയേണ്ടത് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനാ നിങ്ങളാണ്. മനസ്സിലാവുന്നത്? എന്നിട്ട് പറഞ്ഞു, അവനാണ് എന്ത് ഉടമാവകാശം, അവനാണ് ആധിപത്യം. ആധിപത്യമൊക്കെ ഓന്റെ അടുത്താണ്, ഓനക്ക് ആധിപത്യമുള്ളത്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അവനക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകള്, സൃഷ്ടികളുണ്ടല്ലോ, മാ യംലികൂന മിൻ ഖിത്മീർ, അവരൊന്നും ഒരു കൃത്യമീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മേലുള്ള ഒരു പാടുണ്ടല്ലോ, അത്രക്ക് നിസ്സാരം. അതുപോലും അവർക്ക് എന്ത് ചെയ്യില്ല, അവർ വിൽക്കാക്കിയിട്ടില്ല, അവരുടെ ഉടമാവകാശത്തിലില്ല.
നിങ്ങൾ അള്ളാനെ പുറമെ അള്ളാനെ കൂടാതെ വിളിക്കുന്നതായ ആളുകളുണ്ടല്ലോ, വ്യക്തികളുണ്ടല്ലോ, വസ്തുക്കളുണ്ടല്ലോ, മായംലിക്കൂൻ അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. മിൻ ഖിത്ബീർ ഈത്തപ്പഴക്കുരുവിന്റെ ഒരു പാട പോലും അവർക്ക് എന്തില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല. അതുപോലെ അവരതല്ല. അവരെയാണ് ഇപ്പോൾ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവും? അല്ലാഹു അക്ബർ. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും. ഇനി നിങ്ങളെങ്ങാനും അവരെ വിളിക്കുകയാണെങ്കിൽ തന്നെ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളെ വിളി അവർ കേൾക്കുകയുമില്ല. നിങ്ങൾ അവരോട് വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളെ വിളി അവർ കേൾക്കൂല, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല എന്നല്ല പറയുന്നത്. ഇനിയിപ്പോ അവർ കേട്ടു വിചാരിച്ചോ, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയുമില്ല. വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും, ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ, നിങ്ങൾ ഈ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കും നാളെ ഖിയാമത്ത് നാളിൽ. ലാ യുനബ്ബിഉക ബിസ്റു ഖബീർ, നബിയേ സൂക്ഷ്മജ്ഞനായ അള്ളാഹുവിനെ പോലെ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നവൻ ആരുമില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സൂക്ഷ്മജ്ഞനായ അള്ളാഹു അല്ലാതെ ആരുമില്ല എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? തഫ്സീർ ഇബ്നു കസീറില് മഹാനവറുകൾ ഇതിനെ തഫ്സീർ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞത് എന്ന് മഹാനവറുകൾ പറയാണ്. ഈ ആയത്തിനെ തഫ്സീറിൽ പറയാണ്, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും, അവരെ നിങ്ങൾ വിളിക്കുക, ഖിയാമത്ത് നാളിൽ അവരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ വിളിയെ അവർ കേൾക്കുകയില്ല എന്നതിനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തഫ്സീറിൽ പറയാണ്, യാനി, അതായത് അൽ ആലിഹത്തല്ലത്തി തദഊനഹാ മിൻ ദൂനില്ലാഹ്, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ആലിഹത്ത, ഇലാഹുകളെയാണ്, അല്ലത്തി തദഊനഹാ, ആ ഇലാഹുകളെ അവർ വിളിച്ചിരുന്നു, അവർ പ്രാർത്ഥിച്ചിരുന്നു, മിൻ ദൂനില്ലാഹി, അല്ലാഹു പുറമെ, അള്ളാഹിനെ കൂടാതെ ഈ ഇലാഹുകളെയും അവര് ബിംബങ്ങൾ, കല്ലുകളൊക്കെ ബിംബങ്ങളാക്കിയിട്ട് യാലാത്ത മനാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്ലുകളാക്കിയിട്ട് ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരുണ്ടല്ലോ. അത് വിഗ്രഹങ്ങളെ മുന്നിൽ വഴിപാടുകൾ നടത്തും, വിഗ്രഹങ്ങളോട് ചോദിക്കും, അവരോട് പ്രാർത്ഥിക്കും. അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇബ്നു കസീറിലുള്ളതാണ് കേട്ടോ. അൽ ആലിഹത്ത, ഇലാഹുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലത്തി തദഊന മിൻ ദൂനില്ലാഹി ലാ യസ്മഊന ദുആഅക്കും, ആ ഇലാഹുകള് ഇവരുടെ ഈ പ്രാർത്ഥന, ഇവരുടെ വിളിയെ കേൾക്കുകയില്ല. ലി അന്നഹ, മഹാനവറുകൾ എന്തുകൊണ്ടാണ് ഈ ഇലാഹുകൾ കേൾക്കൂല എന്ന് പറയുന്നത്? ലി അന്നഹ, കാരണം തീർച്ചയായും ജമാദുൻ, അതല്ല ഉറച്ച വസ്തുക്കളാണ്. ഈ ഇലാഹുകൾ എന്ന് പറയുന്നതൊക്കെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി, കല്ലുകൊണ്ട് ഉണ്ടാക്കി, വെള്ളി കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ മരം കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കി. ഇതെല്ലാം എന്താണ്? ജമാദുൻ, അതൊക്കെ നിർജീവ വസ്തുക്കളാണ്. ജമാദുൻ, ഉറച്ച വസ്തുക്കളാണ്. ലാ അർവാഹുൻ ഫീഹ, ലാ അർവാഹുൻ ഫീഹ, അതിലൊന്നും റൂഹുകളില്ല, ആത്മാക്കളില്ല. ആത്മാക്കളില്ലാത്ത ഉറച്ച വസ്തുക്കളാണ് ഇവർ ആരാധിക്കുന്ന ഈ ബിംബങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങളുടെ ഈ പ്രാർത്ഥന, നിങ്ങളുടെ വിളിയെ കേൾക്കാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. എന്നിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീർ ചെയ്യാണ്, വലൗ സമീഉ മസ്തജാബു ലക്കും, ഇനി അവർ കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതിനെ അവർ മഹാനവർ തഫ്സീർ ചെയ്യാണ്. ഐ ലാ യഖ്ദിറൂന അലാ മാ തത്ലൂബൂന മിൻഹാ, അവരിൽ നിന്നും നിങ്ങൾ ഏതൊന്ന് ആവശ്യപ്പെടുന്നുവോ അത് നൽകാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ഇനി കേൾക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉത്തരം ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അവരിൽ നിന്നും എന്തൊരു കാര്യത്തെയാണോ തേടിയത് അത് നൽകാനുള്ള കഴിവ് അവർക്കില്ല, അവർക്ക് അതിനൊന്നും കഴിയൂല എന്നാണ് ഖുർആൻ പറയുന്നത്. വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ അവരെന്ത് ചെയ്യും? ഈ നിങ്ങൾ ആരാധിച്ചിരുന്ന ഈ ആളുകള്, ബിംബങ്ങള്, അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും അതെല്ലാം അവരെന്ത് ചെയ്യും? അതായത് ഓരോ മുന്നേ ഉണ്ടായിരുന്ന നല്ല നല്ല മനുഷ്യന്മാര്, അവരെയാണ് അവരുടെ കല്ലുകൾ കൊത്തിയിട്ടാക്കി വിഗ്രഹാക്കിയിട്ടാണ് ഇവർ ആരാധിച്ചിരുന്നത്.
മുന്നുണ്ടായിരുന്ന അമ്പിയാക്കളോ അല്ലെങ്കിൽ നല്ല സ്വാലിഹങ്ങളായ മനുഷ്യന്മാരോ അല്ലെങ്കിൽ വല്ല ജിന്നുകളെയോ എന്തിനെങ്കിലും ഒക്കെ ആയിരിക്കുന്നത് ഇവർ ബിംബങ്ങളായി കുത്തിണ്ടായി. അപ്പൊ ഈ കല്ലുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യില്ല, ഈ കല്ലുകൾ ജമാഅത്തുകളാണോ ഉറച്ച വസ്തുക്കളാണ്, ഇവർക്ക് റൂഹുകളില്ല, അതുകൊണ്ട് വിളിച്ചാൽ എന്ത് ചെയ്യില്ല, അർത്ഥം ലഭിക്കൂല. ഈ നാളെ മഹ്ശറ ചെന്നവരൊക്കെ കാണും ഈ കല്ലുകളെ അല്ല, നിങ്ങൾ ഏതൊരാളുകളോ വ്യക്തികളോ കല്ലുകൾ ഉണ്ടാക്കിയോ ആ വ്യക്തികളെ കാണും. അപ്പൊ നിങ്ങൾ അവരിലേക്ക് ചെല്ലും, നിങ്ങൾ വലിയ ഞങ്ങളെ പങ്കാളികളല്ലേ, നിങ്ങളെല്ലാം ആരാധിക്കുന്നത് നിങ്ങൾ ചെല്ലും. അപ്പൊ അവരെന്ത് ചെയ്യും, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളെ ശിർക്കുണ്ടല്ലോ, അവരെ പങ്കാളിയാക്കിയതുണ്ടല്ലോ, അത് അവർ നിഷേധിക്കും. അതായത് യക്ഫുറൂനക്ക് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ചെയ്തിരിക്കുന്നത് യതബറഊന മിൻകും, നിങ്ങളിൽ നിന്നും അവർ ബരി ആവും എന്നാണ് യക്ഫുറൂന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഷേധിക്കുമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്നും അവര് ബരി ആവും, കുറ്റവിമുക്തരാകും. അവർ അള്ളാഹിനോട് പറയും, പഠിച്ചോനെ ഞങ്ങൾ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഇലാഹാക്കാൻ അവർ പറയും. ഇവരെന്താ ചെയ്ത തെറ്റെന്താ, ഇവർ ഇലാഹാക്കി, അള്ളാഹിനെ കൂടാതെ ഇവരെ ഈ ആൾക്കാരെ ഈ വ്യക്തികളെ ഇവർ ഇലാഹാക്കുകയും ആരാധിക്കുകയും ചെയ്തു. അത് അള്ളാഹുവെ ഞങ്ങൾ അവരോടൊന്നും ഇലാഹാക്കാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരാധിക്കാനോ ഇലാഹാക്കിക്കൊണ്ട് വിളിക്കാനോ പ്രാർത്ഥിക്കാനോ ഞങ്ങൾ പറഞ്ഞില്ല, പഠിച്ചോ ഇവർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവരെ ഇതിൽ നിന്ന് കുറ്റവിമുക്തരാകും എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരെ കഴിച്ചിലാക്കൂല. മാത്രമല്ല അവരെന്നെ പറയും, ഞങ്ങൾ ഈ കുറ്റത്തിന് ഞങ്ങൾ എന്തെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല. അതാണ് ബരി ആവുന്ന പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കൂല എന്നുള്ള നിലക്ക് അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുക, ഇതോടുകൂടി നിർത്തി ഈ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്തട്ടെ, ഇത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ. അല്ലാഹ് പറയുക, യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, അല്ലയോ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഫക്കീറന്മാരാണ്, ആശ്രയിക്കുന്നവർ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നിലനിൽപ്പിന് പോലും, ഒരു ശ്വാസത്തിന് പോലും, ഒരു കാഴ്ചശക്തിക്ക് പോലും, നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾ അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അല്ലാഹയാണെങ്കിലോ വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു ആണെങ്കിലോ അവൻ ഐശ്വര്യവാനാണ്, അവൻ ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്, അവൻ ഐശ്വര്യവാനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യു, അവൻ ഐശ്വര്യവാനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. അൽ ഹമീദ്, അവൻ സ്തുത്യർഹനുമാകുന്നു. ഇനിയും ആയത്തുകളും ഉണ്ട്, നമ്മൾക്ക് ഇപ്പൊ തന്നെ ഏകദേശം 1.5 മണിക്കൂറോളായി, അതുകൊണ്ട് ഞാൻ നിർത്താൻ. അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആന്റെ വചനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കാത്തുകൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ തൃപ്തി കരസ്ഥമാക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മശായഖന്മാരുടെ ദറജാത്തുകൾ പദവികൾ ഉയർത്തുമാറാകട്ടെ. മാതാപിതാക്കന്മാരുടെ മശായഖന്മാരുടെയും നമ്മുടെ ഇണകളുടെയും സന്താനങ്ങളുടെയും നമ്മുടെ കൂട്ടുകുടുംബാദികളുടെയും എല്ലാ മോമിനികളുടെയും മോമിനാത്തുകളുടെയും മുസ്ലിമുകളുടെയും മുസ്ലിമാത്തുകളുടെയും ആയുസ്സിനെയും ആരോഗ്യത്തെയും അള്ളാഹുവിന്റെ തൃപ്തിയിലായി വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ, ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മളെ ഏവരെയും അല്ലാഹു നരകശിക്ഷയിൽ തൊട്ട് കാത്തുരക്ഷിക്കുകയും സ്വർഗ്ഗവാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിജാഹി സയ്യിദിനാ നബിയിനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം, ഞങ്ങൾക്ക് തൃപ്തിപ്പെടണം, ഞങ്ങളെ കൊണ്ട് മാത്രം ഫദ്ലിനോട് തൃപ്തിപ്പെടണം. ബിജാഹി സയ്യിദിനാ നബിയിനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.